Meet the editors. നിലമ്പൂരിൽ അടവുകൾ മാറുന്നു. ആന്റോ അഗസ്റ്റിൻ ഇന്നിപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി PV അൻവർ ഇല്ല. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. ജനാധിപത്യ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി JPPV ആയിട്ടാണ് മത്സരിക്കാൻ പോകുന്നത്. ഓട്ടോ ചിഹ്നമായിരിക്കും ഒരുപക്ഷെ ആഗ്രഹിക്കുന്നുണ്ടാവുക. ഓട്ടോ ചിഹ്നത്തിലായിരിക്കും PV അൻവർ മത്സരിക്കാൻ പോകുന്നത്. പക്ഷേ തിരഞ്ഞെടുപ്പിൽ നമ്മൾ ഇതുവരെ കേൾക്കുന്ന വിഷയങ്ങൾ പിണറായിസത്തിനെതിരെയുള്ള അൻവറിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങളല്ല. മറുഭാഗത്ത് മറ്റു ചില വിഷയങ്ങൾ കൂടി ചർച്ചയായി വരുന്നുണ്ട്. SDP-ക്കും ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് സ്ഥാനാർത്ഥി കിട്ടാനുള്ള സാധ്യത വിരളമാണെന്നാണ് അറിയുന്നത്. അതിനകത്തൊരു കൺഫ്യൂഷൻ നിൽക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക തള്ളിയതായിട്ടാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ അതിൽ കൺഫർമേഷൻ വന്നിട്ടില്ല. നമ്മളത് വെയിറ്റ് ചെയ്യാണ്. അന്തർനാടകങ്ങളുണ്ടോ? BJP സ്ഥാനാർത്ഥി എവിടെയുണ്ട്? മാർത്തോമാ സഭയിലെ ക്രിസ്ത്യൻ വോട്ടുകൾ ഭിന്നിച്ചു പോകാനുള്ള സാധ്യതയുമുണ്ട്. നിലവിൽ അടവുകൾ മാറുകയാണോ ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ? ഇനി 18 അടവും കാണേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി അടവുകളോട് അടവായിരിക്കും. എന്താണ് അവിടെ നടക്കുന്നത്? ശരിക്കും നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണാത്ത കളികളാണ് മുഴുവൻ നടക്കുന്നത്. അവിടെ എന്താണ് ശരിക്കും ചർച്ചയാകേണ്ടത്? അവിടെ വികസനമാണോ ചർച്ചയാകേണ്ടത്? വികസനം ചർച്ചയാക്കണമെങ്കിൽ വികസനം നടന്നിട്ടില്ല എന്നുള്ള കാര്യം ചർച്ചയാക്കണേ അത് നടത്തേണ്ടത് കോൺഗ്രസ്സാണ്. മനസ്സിലായി? കോൺഗ്രസ്സിന് എന്തുകൊണ്ട് അത് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെയാണെങ്കിൽ അത് കോൺഗ്രസ് എന്ത് ചെയ്യണം? ഈ വികസനം നടന്നിട്ടില്ല, മറ്റേ വികസനം നടന്നിട്ടില്ല, അതുപോലെ തന്നെ വന്യമൃഗശല്യം ഒക്കെ സംസാരിക്കേണ്ടത്. ഇത്ര ദിവസം ഏകദേശം 10 ദിവസത്തിനടുത്തായി. ഈ 10 ദിവസത്തിനടുത്തായിട്ട് ഒരു ദിവസമെങ്കിലും അവിടെ വികസനത്തെക്കുറിച്ചിട്ടോ വന്യമൃഗശല്യത്തെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശിക ജനങ്ങളുടെ വിഷയത്തെക്കുറിച്ചിട്ടോ കോൺഗ്രസ് പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടോ? അവിടെ കേൾക്കുന്നില്ല എന്നുള്ളതാണ്. കോൺഗ്രസ്സിന് തുടക്കത്തിലേ പാളി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കുന്ന കാലസമയം തുടങ്ങി എന്താണ് പിന്നെ കോൺഗ്രസ്സിന് പാളി. ഞാൻ പണ്ട് മീറ്റ് ദ എഡിറ്റേഴ്സിൽ പറയുന്ന ഒരു കാര്യമുണ്ടെന്ന്, CPM-നെ കുറിച്ച് ഇവർക്ക് അറിയില്ല. CPM-നെ കുറിച്ച് അറിയില്ല എന്ന് പറയാൻ കാരണം CPM ഈ സൈബർ സഖാക്കൾ എന്താണ് എന്നുള്ളത് ഉണ്ട്. അപ്പോൾ അവർ സൈബർ സഖാക്കളെല്ലാം അടങ്ങി ഒതുങ്ങിയിരിക്കുകയായിരുന്നു. കാരണം അവരുടെ കയ്യിൽ ഭരണം ഇരിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ അവർ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന സമയത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സിലെ സൈബർ പിന്നെ പുള്ളികളൊക്കെ വിചാരിച്ചെന്ന് അറിയും നമ്മളാണ് വലിയ ആൾക്കാർ. കാരണം നമ്മളാണല്ലോ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കുമെന്നുള്ളത്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള ആൾക്കാർ സ്വരാജിന് എവിടെ പോയി, എങ്ങനെ വരുന്നുണ്ടോ വരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നതും അങ്ങോട്ട് ആവളിച്ചുകൊണ്ടിരുന്നതും. ഇപ്പോൾ എന്ത് ചെയ്തു? ഇവർ ചോദിച്ച ആൾ സ്ഥാനാർത്ഥിയായി വന്നു എന്നുള്ളത് അവിടെ തുടങ്ങി കോൺഗ്രസിൻ്റെ പാളിച്ച. അതിനുശേഷം ഇന്നൊരു ഈ സൈബർ ഇടത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഈ സൈബർ ഇടത്തിൻ്റെ ചെയർമാൻ ഉണ്ടല്ലോ, മീഡിയ കൺവീനർ IT സെല്ലിൻ്റെ ചെയർമാനായിട്ടുള്ള VT ബൽറാം എന്നൊരു പോസ്റ്റ് ഇട്ടു. എന്തൊരു മോശമായ പ്രവണതയാണ് അത് നടത്തുന്നതെന്നറിയോ? എന്താണ് ആ പോസ്റ്റ് എന്നറിയോ? പിന്നെ നമ്മുടെ VV പ്രകാശിനെ സംഖ്യയായി PV അൻവർ ചിത്രീകരിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ അടുത്ത കാലത്ത് എവിടെയെങ്കിലും കേട്ടോ PV അൻവർ അങ്ങനെ ചിത്രീകരിക്കുന്നത്? PV പ്രകാശിനെ അതാണ് 2021 പ്രകാശേട്ടൻ എന്ന് വിളിച്ചു എന്നാണ് ഇവൻ പറയുന്നത്. ഞാൻ ആ പോസ്റ്റ് കണ്ടിട്ടില്ല കേട്ടോ. ഇദ്ദേഹം പറയുന്നത്, നമ്മുടെ VT ബൽറാം പറയുന്നത് 2021 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് അദ്ദേഹം അൻവറും ഈ പറഞ്ഞ VV പ്രകാശും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എതിർ സ്ഥാനാർത്ഥികളായിരുന്നല്ലോ. അപ്പം ആ സമയത്ത് അവർ തമ്മിലുള്ള ആരോപണം ഉന്നയിക്കുന്നത് അത് പ്രകാശേട്ടൻ എന്ന് വിളിച്ചത് ഏട്ടൻ എന്ന് പറഞ്ഞാൽ സംഖ്യയാണെന്ന് ആര് പറഞ്ഞേക്കാണ്? ഈ പറയുന്ന VT ബൽറാം പറഞ്ഞേക്കാം. എന്തൊരു അവസ്ഥയാണെന്ന് ചോദിച്ചാൽ ആ കുടുംബത്തെ ഇവരെന്തിനാണ് അങ്ങനെ അവഹേളിക്കുന്നത്? ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഞാൻ പറയുന്നത് ഇവർക്ക് വിഷമമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ PV അൻവർ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക കൊടുത്തതിന് ശേഷം VV പ്രകാശിൻ്റെ വീട്ടിൽ പോയി ആ കുടുംബത്തെ സന്ദർശിച്ചു എന്നുള്ളതാണ്. അവർ കേരളത്തിൽ ഏത് സ്ഥാനാർത്ഥി എവിടെ ഏത് കുടുംബത്തിലും കയറി വോട്ടഭ്യർത്ഥിക്കാനുള്ള അവകാശമുണ്ടല്ലോ. അങ്ങനെ കണ്ട് ഒറ്റ വാക്കിൽ വിട്ടാൽ പോരെ? ഒറ്റ വാക്കിൽ വിട്ടാൽ മതി. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഇവർ പോയി കണ്ടിട്ടില്ല. ഇവർ VV പ്രകാശിൻ്റെ വീട്ടിൽ പോയി കണ്ടിട്ടില്ല. ഇവരെ സ്ഥാനാർത്ഥി VV പ്രകാശിൻ്റെ വീട്ടിൽ പോയി കണ്ടിട്ടില്ല. അതുമാത്രമല്ല, എടക്കരയിൽ പാർട്ടി ഓഫീസിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോയിൽ പുഷ്പാർച്ചന നടത്തി തിരിച്ചു വരേണ്ട അവസ്ഥ ആർക്ക് വന്നു? ആര്യണ്ട ഷൗക്കത്തിന് വന്നു എന്നുള്ളതാണ്. അവരെ വീട്ടിൽ പോയതായി നമ്മളാരും കണ്ടില്ലല്ലോ. ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരാരും പോയി കണ്ടതായിട്ട് അപ്പോൾ ഞാൻ ആ കാര്യം ഒന്നെടുത്ത് നോക്കുമായിരുന്നു. ഈ VV പ്രകാശ് എപ്പോഴാണ് മരിക്കുന്നതെന്നാണ്. VV പ്രകാശ് മരിക്കുന്നത് കഴിഞ്ഞ 2021 വോട്ടെണ്ണി റിസൾട്ട് വരുന്നതിന് മുൻപാണ്. 3 ദിവസം മുൻപാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രഷർ എന്തായിരിക്കും?
അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമായിരിക്കും. അതുകൊണ്ടാണ് ആ കുടുംബം എന്ന് വിചാരിക്കുന്നത് എന്താണ് അദ്ദേഹത്തിനെ കാലുവാരി തോൽപ്പിച്ച കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് മനസ്സിലുണ്ട്. കാരണം അദ്ദേഹത്തിനെ കാലുവാരി തോൽപ്പിച്ചത് പിന്നെ കോൺഗ്രസിന് പുറത്തുനിന്നുള്ളവരല്ല അകത്തുനിന്നുള്ളവരാണെന്നുള്ള ബോധ്യം അദ്ദേഹത്തെ കുടുംബത്തിനുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഈ സ്ഥാനാർത്ഥി അങ്ങോട്ട് വരണ്ട എന്ന് പറയാനുള്ള കാരണം. ഇപ്പോൾ എല്ലാവരും പറഞ്ഞല്ലോ കോൺഗ്രസിൻ്റെ പതാക പുതപ്പിച്ചാണ് അദ്ദേഹം മരിച്ചത് എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അദ്ദേഹം പിന്നെ അത് ഞങ്ങൾ ജീവിതാവസാനം വരെ അതിനകത്ത് ആര്യയുടെ ഷൗക്കത്തിന് വോട്ട് കൊടുക്കുന്നു പറഞ്ഞിട്ടില്ല കേട്ടോ. ആര്യാട് ഷൗക്കത്തിന് വോട്ട് കൊടുത്തു എന്ന് പറഞ്ഞ പോലെയാണ് പറഞ്ഞു. അല്ല, അവിടെ സ്മിത പറഞ്ഞ കാര്യങ്ങളിൽ സ്മിതയ്ക്ക് പാർട്ടിയോടോ കോൺഗ്രസിനോടോ ഒരു എതിർപ്പില്ല. അതേസമയം ആര്യാടൻ ഷൗക്കത്തിനെതിരെ പറയാൻ പറ്റാത്ത സാഹചര്യം, അതുകൊണ്ടാണ് അവിടെ ചെല്ലണ്ടെന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ ഇപ്പം എന്താണ് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ തിരിച്ചടിയാവുന്ന ഒരു കാര്യം ഞാൻ പറയുന്നത്. ഒരു ആവശ്യമില്ലാത്ത സമയത്ത്, ഒരു ചർച്ചയാവേണ്ടാത്ത സമയത്ത് ഈ വി പ്രകാശിനെ പോലെ അവിടുത്തെ DCC പ്രസിഡൻ്റായിരുന്ന നിലമ്പൂരിൻ്റെ എല്ലാവരുടെയും പ്രകാശേട്ടനായിരുന്ന വ്യക്തിയെക്കുറിച്ചിട്ട് ഇവർ തന്നെ ഒരു നരേഷൻ ഉണ്ടാക്കി അദ്ദേഹത്തെ BJPക്ക് സംഖ്യവൽപ്പിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കി തീർക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി എത്ര മോശമായ രീതിയിലാണ് ചർച്ച നടത്തുന്നത്. ഇപ്പം മലപ്പുറം പരാമർശം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം എന്തിനാണ് ഈ മലപ്പുറം പരാമർശം ഇവർ ചർച്ചയാക്കുന്നത്? എന്തിനാ ഇപ്പോഴും ഈ മലപ്പുറത്തെ അവഹേളിക്കാനല്ലേ? ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴും മലപ്പുറത്തെ അവഹേളിക്കാൻ്റെ ഉത്തരവാദിത്തം പിണറായി വിജയനിൽ നിന്നും ഇവരേറ്റെടുത്തു എന്നുള്ളതാണ്. ഇവരേറ്റെടുത്ത് ഇവരെ അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഇപ്പോൾ ചർച്ചയാക്കുന്നത്? ഇവർക്ക് എന്തുകൊണ്ട് വികസനം ചർച്ചയാക്കാൻ പറ്റുന്നില്ല? ഇവർക്ക് എന്തുകൊണ്ട് പിന്നെ വന്യമൃഗശല്യം ചർച്ചയാക്കാൻ പറ്റുന്നില്ല? അവിടുത്തെ പിന്നെ റോഡിൻ്റെ കാര്യം ചർച്ചയാക്കാൻ പറ്റുന്നില്ല? അവിടുത്തെ ബൈപ്പാസിൻ്റെ കാര്യം ചർച്ചയാക്കാൻ പറ്റുന്നില്ല? അവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ കാര്യം ചർച്ചയാക്കാൻ പറ്റുന്നില്ല? ഒന്നും ചർച്ചയാക്കാൻ പറ്റാത്തത്? ഇപ്പം ഇന്നലത്തെ അവസ്ഥ എന്താ? ഇന്നലത്തെ ലീഗിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് ലീഗിനെ ഈ കൺവെൻഷനിലേക്ക് ലീഗ് നേതാക്കന്മാരെ ക്ഷണിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് ഞാൻ അറിഞ്ഞ സ്ഥിതിയാണ് കേട്ടോ. ഞാൻ അറിഞ്ഞ സ്ഥിതി എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. അദ്ദേഹത്തെ വിളിക്കാൻ വിട്ടുപോയി, അല്ലെങ്കിൽ അദ്ദേഹത്തോട് പറയാൻ വിട്ടുപോയി എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥ സത്യം എന്ന് പറയുന്നത്. ആ സത്യത്തിൻ്റെ ഭാഗമായിട്ട് ഇവർക്കത് പറഞ്ഞാൽ മതി. മനസ്സിലായോ? അവിടെ കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് ലാസ്റ്റ് എന്തായി? അദ്ദേഹത്തെ ഇന്നത്തെ യോഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള സംവിധാനം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പം ഇവർക്ക് കിട്ടിയ കോൺഗ്രസിൻ്റെ ഗുണം എന്താണെന്നറിയോ? നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ UDF കിട്ടിയ ഗുണം എന്താണെന്നറിയോ? മലബാറിലെ ഏറ്റവും മതേതര മുന്നണിയായ ലീഗിനെ ഇവരെ ഘടകകക്ഷിയായി കിട്ടി. അത് വലിയ കാര്യമല്ലേ? എന്നിട്ട് ഇവർ പൊന്നുപോലെ കൊണ്ടുനടക്കണം അവരെ. ഞാൻ പറയുന്നത് അങ്ങനെയാണ്. ലീഗിനെ കോൺഗ്രസ് പൊന്നുപോലെ കൊണ്ടുനടക്കണം. അങ്ങനെയായിരുന്നു മുൻപ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും അതുപോലെ കോൺഗ്രസിൻ്റെ UDF നേതാക്കന്മാർ ചെയ്തുകൊണ്ടിരുന്നത്. പൊന്നുപോലെ കൊണ്ടു നടന്നിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ എന്താണത് മുഖവിലേക്കെടുത്ത് നടപ്പിലാക്കാൻ വേണ്ടത്. അല്ല, ഇപ്പോഴും കോൺഗ്രസിൽ സാറേ, ഇപ്പോൾ ഈ തങ്ങൾ കുടുംബത്തിൽ നിന്ന് ആരും വന്നില്ല എന്ന് പറയുമ്പോൾ ഈ തങ്ങൾമാരെ നേരിട്ട് KC വേണുഗോപാലൊക്കെ വിളിക്കുന്നുണ്ട്. അതേസമയം ചില നേതാക്കളാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഞാൻ പറയുന്നത് എന്താ അറിയോ സാർ? ഇപ്പം ഞാൻ പറഞ്ഞത് ലീഗിനെ ഇവർ പൊന്നുപോലെ കൊണ്ടു നടന്ന് അവരെ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഇപ്പോഴും അത് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ? ഈ ലീഗിനെ പോലെ ഒരു പാർട്ടി അവരെ ഇപ്പം അവരെന്താ ഇപ്പോൾ കോൺഗ്രസ് എടുക്കുന്ന പണി എന്താണെന്നറിയോ? ഏതെങ്കിലും കാരണങ്ങൾ ആര്യാടോ ഷൗക്കത്ത് തോറ്റാൽ അത് ലീഗിന് സ്വാധീനമുള്ള സ്ഥലത്ത് നിന്ന് ലീഗിൻ്റെ വോട്ട് കിട്ടിയിട്ടില്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള പണിയാണ് ഈ ലീഗിനെ മുന്നിൽ കൊണ്ട് തള്ളാനുള്ള പണി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് ലീഗിനെ പോലെ ഒരു പാർട്ടി അവർ പറഞ്ഞ കേട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്നറിയോ? ഞാൻ ഈ കൺവെൻഷൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഈ ജോയിനെ സ്ഥാനാർത്ഥിയാക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നല്ലോ PV അൻവർ ഉന്നയിച്ച ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. ഈ വി ജോയി ഈ പറഞ്ഞ സ്റ്റേജിലേക്ക് കടന്നു വരുന്ന സമയത്ത് കിട്ടിയ കയ്യടി നിങ്ങൾ കണ്ടോ? എന്തൊരു വലിയ കയ്യടിയാ! അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്ന് പറയുന്നത് അടുത്ത കാലത്തൊന്നും കേൾക്കാത്ത രീതിയിലുള്ള അത്രയും ഗംഭീരമായൊരു പ്രസംഗം നടത്തുകയാണ്. ആ പ്രസംഗം നടത്തുമ്പോൾ അതുപോലെയാണ് കയ്യടി കിട്ടുന്നത്. നിങ്ങൾ ആര്യാട് ഷൗക്കത്തിന് കയ്യടി കിട്ടുന്നത് നിങ്ങൾ അവിടെ കണ്ടോ? എന്താ? അപ്പം ഞാൻ പറയുന്നത് എന്താ അറിയോ? വി ജോയി അവിടെ സ്ഥാനാർത്ഥിയാവണം എന്ന് PV അൻവർ ഈ ഘടകകക്ഷി ആവണം എന്ന് ഇവർ ആഗ്രഹിച്ച് ലീഗ് സംസാരിച്ച ഈ പാർട്ടി സംസാരിച്ച കത്ത് കൊടുത്ത യോഗം ചേർന്ന് തിരുവനന്തപുരത്തടക്കം യോഗം ചേർന്ന് അസോസിയേറ്റ് ഘടകകക്ഷിയാക്കാൻ പ്രഖ്യാപിക്കാൻ VD സതീശൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ഈ പറയുന്ന PV അൻവർ പറഞ്ഞതിൽ തെറ്റുണ്ടെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? തോന്നാത്തതിന് കാരണം എന്താ? ആ കയ്യടി കണ്ടാൽ മതി. ആ സ്ഥാനാർത്ഥി വരുമ്പോൾ കയ്യടി കണ്ടാൽ മതി. ഇന്നത്തെ സിറ്റുവേഷൻ നിങ്ങൾ ആലോചിച്ചോളൂ. ഇന്നത്തെ സിറ്റുവേഷനിൽ വി ജോയും ഈ പറഞ്ഞ സ്വരാജും തമ്മിലാണ് മത്സരമെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അവിടെ അൻവറിന് റോളുണ്ടോ? അവിടെ അൻവറിന് റോൾ ഉണ്ടാക്കിയതാരാ? റോൾ ഉണ്ടാക്കിയത് ഈ പറയുന്ന കോൺഗ്രസ്സാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയോ? ഇപ്പം അൻവർ ഫാക്ടറിയിൽ നിന്ന് എങ്ങനെ മറികടക്കാം എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്. അൻവർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അൻവർ ഉണ്ടാക്കുന്ന ആരോപണങ്ങളിൽ ഈ അൻവർ ആരോപണങ്ങളാണ് മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മലപ്പുറവുമായി ബന്ധപ്പെട്ട കാര്യം അൻവർ നേരത്തെ ഉന്നയിച്ച കാര്യമല്ലേ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും.
ഈ കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യം ഇപ്പോൾ കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ പറഞ്ഞ പൂരം കലക്കലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അജിത് കുമാറുമായി ബന്ധപ്പെട്ട കാര്യം, പോലീസുമായി ബന്ധപ്പെട്ട കാര്യം, ഇതൊക്കെ ആരാണ് പറഞ്ഞത്? ഇതൊക്കെ അൻവറും പറഞ്ഞു. ഞാൻ UDF പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നില്ല. UDFും അൻവറും പറഞ്ഞ കാര്യം തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ UDFിൻ്റെ ഭാഗമായി ഇവർക്ക് ഒറ്റക്കെട്ടായി നിന്നിരുന്നെങ്കിൽ ഈ പറഞ്ഞ എന്തെങ്കിലും ടെൻഷൻ അനുഭവിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഈ പറഞ്ഞ ഈ സ്വരാജുമായി വന്നു ഏത് സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് CPM-ൻ്റെ കയ്യിൽ നിന്നോ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നോ കോൺഗ്രസിന് പേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഒരു പേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ കോൺഗ്രസ് ചെന്ന് അകപ്പെട്ടിരിക്കുന്ന ഒരു വലിയ സംവിധാനം, അതാണ് ഞാൻ പറഞ്ഞത്. ആ വലിയ പ്രശ്നം എന്ന് പറയുന്നത് എങ്ങനെ അൻവർ ഫാക്ടറിനെ മറികടക്കാം എന്നുള്ള നിലയ്ക്കാണ്. 10,000 വോട്ടായിരുന്നു, ഇപ്പോൾ 15,000 ആയി. ഇപ്പം ലീഗ് നേതാക്കന്മാരുടെ ഉള്ളിലും കോൺഗ്രസ് നേതാക്കന്മാരുടെ ഉള്ളിലും ഒക്കെ എന്താണ് അവർ പറയുന്നത്? എത്ര വോട്ട് കിട്ടുമെന്ന് ഞങ്ങൾക്കറിയില്ല. ഇതാണ്, എത്ര വോട്ട് കിട്ടുമെന്ന് ഞങ്ങൾക്ക്, അത് എവിടെ നിന്ന് പോകുമെന്ന് ഞങ്ങൾക്കറിയില്ല. എന്താ കോൺഗ്രസ്സിൽ CPM-ൻ്റെ ഭാഗത്തു നിന്ന് വോട്ട് പോകുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ഗോവിന്ദ മാഷ് എന്താ പറഞ്ഞതെന്നറിയോ? ഗോവിന്ദ മാഷ് പറഞ്ഞത് ഈ അൻവറിനെ കൊണ്ടേ ചതിച്ച് കുഴിയിൽ ചാടിച്ചവർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം. അത് ആർക്കല്ല, അത് പറഞ്ഞ് CPM-ലല്ല. അതുകൊണ്ടാണ് അവർ പറയുന്നുണ്ടല്ലോ എന്ന് വർഗീയവാദികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞില്ലേ? അവിടെ LDF സ്ഥാനാർത്ഥി പറഞ്ഞു വർഗീയവാദി വോട്ട് വേണ്ടെന്ന്. പക്ഷേ കോൺഗ്രസിന് ഇതുവരെ പറയാൻ നേരം കിട്ടിയിട്ടില്ല. ഇപ്പോൾ ആയി പാലക്കാട് എന്താ സംഭവിച്ചേ? പാലക്കാട് SDPIൻ്റെ വോട്ട് വേണോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. അവസാന നിമിഷം വരെ SDPIൻ്റെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ജയിച്ച് പുറത്ത് വന്ന് SDPIൻ്റെ ജാഥ നടത്തി കഴിഞ്ഞപ്പോൾ അത് കുറ്റമായി മാറി അല്ലേ? ഇപ്പം പറഞ്ഞുകൂടെ? ഇപ്പം പറയട്ടെ എന്ന് SDPIൻ്റെ വോട്ട് വേണ്ടാന്ന്. അത് കാണാൻ രസം ഉണ്ടാവുമല്ലോ. SDPIൻ്റെ വോട്ട് നിലമ്പൂർ ഇലക്ഷനിൽ കോൺഗ്രസ്സിന് വേണ്ട, UDFിന് വേണ്ട എന്ന് പറയട്ടെ. പറഞ്ഞിട്ടുണ്ടോ? പറയുന്നില്ല. എന്തേ പറയാത്തെ? ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പറഞ്ഞല്ലോ, അൻവർ പറഞ്ഞല്ലോ, ഇവർക്ക് ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്താണ്? അപ്പോൾ അതിനൊരു ന്യായീകരണങ്ങളായിരിക്കും. അപ്പോൾ എന്താണ്? അപ്പം ഇങ്ങനെയുള്ള ന്യായീകരണങ്ങൾ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് എന്തും പറഞ്ഞുകൂടെ? കേരളത്തിലെ ജനങ്ങൾ, നിലമ്പൂരിലെ ജനങ്ങൾ, മലയോര കർഷകർ എല്ലാം എൻ്റെ കൂടെയാണെന്ന് പറയുന്ന ആര്യ ഷൗക്കത്ത് എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല? അങ്ങനെ പറയാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? ഈ കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് ഈ സാധനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇത് തിരിച്ചു പിടിക്കും. അപ്പോൾ ഞാൻ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ, ഞാൻ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുക എന്ന് ചിന്തിക്കുകയേ വേണ്ട. ഞാൻ പറയും ഇവരുടെ എന്താണ് ആ ഒരു ഒത്തൊരുമയും ആ ഒരു സംവിധാനമെല്ലാം തീരുമാനം ഒറ്റയടിക്ക് വരണം, ഒന്നുപോലെ വരണം എന്നുള്ള. ഇന്ന് പ്രതിപക്ഷ നേതാവ് പത്രക്കാരെ കണ്ടിട്ടില്ല, അറിയോ? ഇന്ന് പത്രക്കാരെ കണ്ടു. എങ്ങനെയാണെന്നറിയോ? ഇൻഡിവിജ്വലി ബൈറ്റ് കൊടുക്കുകയാണ്. ഓരോ ചാനലുകാരെ വിളിച്ചിട്ട് ഇൻഡിവിജ്വലി ബൈറ്റ് കൊടുക്കും. എന്തിനാണ് ഇൻഡിവിജ്വലി ബൈറ്റ് കൊടുക്കുന്നത്? അപ്പോൾ ആ ആളോട് മാത്രം ചോദ്യത്തിന് ഉത്തരം മറുപടി പറഞ്ഞാൽ മതിയല്ലോ. രണ്ടാമത് ചാനൽ വരുന്നു, അവരോട് മാത്രം പറ്റില്ലാത്ത ആ ചാനലുകാർ വേണ്ട, അവർക്ക് കൊടുക്കുന്നില്ല, ബൈറ്റ് കൊടുക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് സംഭവിച്ചു? ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങൾ വേണ്ട. ഈ പറയുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാനില്ലാത്തതുകൊണ്ട് എന്താണ് ഇൻഡിവിജ്വലി ബൈറ്റ് കൊടുക്കുകയാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ അവസ്ഥയെ ഞാൻ പറയും നിലമ്പൂരിൽ. അപ്പം ശക്തമായ രീതിയിൽ സർക്കാരിനെതിരെ പറയേണ്ട ഒരു പാർട്ടി, സർക്കാരിനെതിരെ പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് ശക്തമായ രീതിയിൽ വികസനം പറയേണ്ട ഒരു പാർട്ടി ഇപ്പം എന്താണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അവിടെ രാഷ്ട്രീയമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏത് രാഷ്ട്രീയം? മലപ്പുറത്തിൻ്റെ വർഗീയ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വർഗീയ രാഷ്ട്രീയം എങ്ങനെയാണ് പറയുന്നത്? വർഗീയ രാഷ്ട്രീയം പിണറായി വിജയൻ പറഞ്ഞു എന്നിപ്പോൾ പറഞ്ഞു വരുന്നതാണ്. അപ്പം ഞാൻ പറയുന്നത് നമ്മൾ ഒരാൾക്കെതിരെ ഒരു സ്ത്രീക്കെതിരെ വെച്ചോളൂ, ഒരു ഉദാഹരണം ഞാൻ പറയുന്നത്, ഒരു സ്ത്രീക്കെതിരെ വളരെ മോശമായ രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇട്ടാൽ അത് എല്ലാവരും മാറി ഷെയർ ചെയ്താൽ ആ ഷെയർ ചെയ്യുന്നവൻ്റെ വാല്യൂ എവിടെയാണ് നിൽക്കുന്നത്? ഒരാളൊരു സ്ത്രീക്കെതിരെ പോസ്റ്റ് ഇട്ടു, ആ പോസ്റ്റ് ഇട്ടവൻ്റെ വാല്യൂ പോയി എന്ന് വെച്ചോളൂ. ആ ഷെയർ പിന്നെയും മാറി ഷെയർ ചെയ്താൽ ഈ ഷെയർ ചെയ്യുന്നവൻ്റെ വാല്യൂം ഈ പറഞ്ഞവരുടെ വാല്യൂ ഒരുപോലെയല്ലേ? ആ അവസ്ഥയിലേക്കാണെന്ന് കോൺഗ്രസ് പോയി എത്തിയിരിക്കുന്നത്. ഞാൻ പറയും, കോൺഗ്രസ്സുകാരോട് പറയും, നിങ്ങൾ രാഷ്ട്രീയം പറയുന്നത് അവിടെ ജനങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളുണ്ട്, അവിടെ ജനങ്ങൾക്ക് വന്യമൃഗശല്യമുണ്ട്, അവർക്ക് ജനങ്ങൾക്ക് വലിയ രീതിയിൽ മുന്നോട്ട് നടക്കാൻ പറ്റുന്നില്ല, അവർക്ക് രാത്രി പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല, അവർ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നുണ്ട്, അവർക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന പ്രശ്നങ്ങൾ. ഇതൊന്നും നിങ്ങൾക്ക് ചർച്ചയാക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ്? നിങ്ങൾക്ക് അത് ചർച്ചയായാൽ വോട്ട് കിട്ടില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? വോട്ട് കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ലയോ എന്നുള്ളതല്ല, നിങ്ങൾ പറയേണ്ട രാഷ്ട്രീയം എന്താണ്? കേരളത്തിൻ്റെ വികസന രാഷ്ട്രീയമാണ്, കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർക്കുണ്ട ബുദ്ധിമുട്ടിൻ്റെ പ്രശ്നമാണ്, മരുന്ന് കിട്ടുന്നില്ല, അതാണ് രാഷ്ട്രീയം. അത് പറഞ്ഞ് നിങ്ങൾ തുടങ്ങൂ. അത് പറയുമ്പോൾ നിങ്ങളുടെ കൂടെ ആൾക്കാരുണ്ടാവും. അല്ലാതെ നിങ്ങൾ പത്രക്കാരിൽ നിന്ന് ഒളിച്ചോടിയതുകൊണ്ടോ, നിങ്ങൾ ഈ പറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റിനെ വിളിച്ചുകൊണ്ടൊന്നല്ല. നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ തെറ്റുപറ്റി. ആ തുടക്കത്തെ തെറ്റുപറ്റൽ മറയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഏക മാർഗം എന്ന് പറയുന്നത് ഇതാണ്. അല്ലാതെ അൻവറിനെതിരെ മറുപടി പറഞ്ഞു പോകുന്നതിലൊന്നും അർത്ഥമുണ്ട് എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. അൻവർ വോട്ട് പിടിക്കുന്നത് ജനങ്ങളുടെ സ്ഥാനാർത്ഥിയായി നിന്നുകൊണ്ടാണെന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ വോട്ട് കിട്ടും. അദ്ദേഹത്തെ പേടിയില്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹത്തെ പേടിക്കുന്നില്ല, അദ്ദേഹത്തെ മൈൻഡ് ചെയ്യില്ല. ഇന്നും അവിടുത്തെ DCC പ്രസിഡൻ്റായ വി ജോയി പറയുന്നത് അൻവറുമായി ചർച്ച നടത്തണം എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം വാതിലടച്ചിട്ട് 2 ദിവസമായി, പക്ഷേ ഇന്നും ഇവർ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. എന്താണ്? ജയിക്കുമെന്നുള്ള ഉറപ്പില്ലാത്തതുകൊണ്ടല്ലേ?
ജയിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയിക്കൂടെ? ഒറ്റക്കെട്ടായി എന്താ തീരുമാനം വരാത്ത? കോൺഗ്രസ് ഇന്ന് മാത്രം എന്താ ഒറ്റക്കെട്ടായി തീരുമാനം വരാത്തത്? ഒറ്റക്കെട്ടായ തീരുമാനം. അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള പാളിച്ചകളാണ് വി പ്രകാശിൻ്റെ അടുത്ത് ഉണ്ടാകുന്ന പാളിച്ചകൾ പോലെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി പാലക്കാട് നടക്കുന്ന അംഗമായിരിക്കും. ആ അംഗം എന്ന് പറയുന്നത് എല്ലാവിധ അടവുകളും എടുത്തിട്ടുള്ള അംഗമായിരിക്കും. അതിനകത്ത് കോൺഗ്രസ് ഏത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് എൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം. ഓക്കെ, ഈ ഇടത് സർക്കാരിൻ്റെ കാലത്ത്, രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടന്ന 4 ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം നമ്മളുടെ മുന്നിലുണ്ടല്ലോ. ആ ഫലസൂചനയിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? കോൺഗ്രസ് എന്താണ് പഠിച്ചത്? നമ്മളെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? കണക്കുകൾ വളരെ വ്യക്തമായി പറയുന്നു. ഏത് ഉപതെരഞ്ഞെടുപ്പിലും എന്താണോ സംഭവിക്കുന്നത് അത് തന്നെയാണ് പുതുപ്പള്ളിയിൽ സംഭവിച്ചത്. ആ സാഹചര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വികാരം വോട്ടായിട്ട് മാറുകയും 2021 ഉമ്മൻചാണ്ടി നേടിയത് 9,000-ലധികം വോട്ടുകളാണ് അവിടെ ഭൂരിപക്ഷം നേടിയത്. എന്നാൽ ചാണ്ടി ഉമ്മൻ മത്സരിക്കുമ്പോൾ 2023 ചാണ്ടി ഉമ്മൻ്റെ ഭൂരിപക്ഷം എന്നുള്ളത് 37,719 ഉയരുന്നതാണ് കാണുന്നത്. അതൊരു എക്സെപ്ഷണൽ കേസാണെന്ന് പറയാം. പുതുപ്പള്ളി പോലൊരു മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടി മത്സരിച്ച് വിജയിച്ചു വന്ന ഉമ്മൻചാണ്ടിയുടെ സ്വന്തം തട്ടകത്തിൽ ഉമ്മൻചാണ്ടിയുടെ മരണത്തെ തുടർന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ജനവികാരം ആ അർത്ഥത്തിൽ വന്നു എന്ന് പറയാം. എന്നാൽ ബാക്കിയുള്ള 3 തെരഞ്ഞെടുപ്പുകൾ, അതിൽ തൃക്കാക്കര തെരഞ്ഞെടുപ്പിലും ഇതേപോലെ ബാധകമാണ്. PT-യുടെ വികാരം അവിടെ ശക്തമായിട്ട് അലയടിച്ചു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെയും ഭൂരിപക്ഷം എത്രയാ? 14,329 ആയിരുന്നു PT തോമസ് നേടിയതെങ്കിൽ ഉമാ തോമസ് നേടുന്നതാകട്ടെ 25,016 കടുത്ത പോരാട്ടം നടന്നൊരു മണ്ഡലമാണ്. എല്ലാവിധ മെഷീനറിയും, ഇടതുപക്ഷത്തിൻ്റെ മെഷീനറിയും തൃക്കാക്കരയിൽ വന്ന് പ്രവർത്തിച്ചിരുന്നു. UDF-ൻ്റെയും മെഷീനറി ശക്തമായിട്ട് പ്രവർത്തിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. പിന്നീട് നടന്നത് പാലക്കാടാണ്. അതായത് പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും ഇല്ലാതിരുന്ന ഒരു സാധ്യത പാലക്കാടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ സാധ്യത? അവിടെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് ആയിരുന്നു. ആ പൊളിറ്റിക്കൽ ഫൈറ്റ്, ത്രികോണ മത്സരം അവിടെ ശക്തമായിട്ട് നടന്ന മത്സരമാണ്. ഏതെങ്കിലും തരത്തിൽ മരണത്തെ തുടർന്നുള്ളൊരു ജനവികാരമല്ല അവിടെ പ്രതിഫലിച്ചത്. ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിക്കാൻ പോയ പശ്ചാത്തലത്തിലാണ് പാലക്കാട് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ മറ്റു 2 തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ രാഷ്ട്രീയം ചർച്ച ചെയ്തൊരു തിരഞ്ഞെടുപ്പാണ്. പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് എത്തുമ്പോൾ അവിടെ LDF-ന് ഒരു വലിയ ഹാൻഡിക്യാപ്പ് ഉണ്ടായിരുന്നു. മണ്ഡലത്തിൽ നിർത്താൻ പറ്റിയ ഒരു ഫേസ് അവിടെ ഇല്ല എന്നുള്ളത് നേരിട്ടൊരു വലിയ പ്രതിസന്ധിയാണ്. പാലക്കാട് മണ്ഡലത്തിൽ LDF-ൻ്റെ CPM-ൻ്റെ ദയനീയമായിട്ടുള്ള തോൽവി നമ്മൾ ഒരിക്കൽ കൂടി കാണുന്നുണ്ട്. പക്ഷേ ആ സാഹചര്യത്തിലും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നുണ്ട് കോൺഗ്രസ്. അവിടെ ഷാഫി പറമ്പിൽ നേടിയ ഭൂരിപക്ഷം 3,889 ആണെങ്കിൽ 18,849, ഏകദേശം 6 മടങ്ങാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ 3 തെരഞ്ഞെടുപ്പുകളിലും ഭൂരിപക്ഷം കോൺഗ്രസ് വർദ്ധിപ്പിച്ചതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ 3 തെരഞ്ഞെടുപ്പുകളുടെയും പ്രത്യേകതകൾ നോക്കിയാൽ 2ഇടത്ത് മരണമാണ് ഒരു ജനവികാരത്തെ നിശ്ചയിച്ചിരിക്കുന്നതെങ്കിൽ 3ാമത്തതൊരു പൊളിറ്റിക്കൽ ഫൈറ്റാണ്. അവിടെ BJP-ക്ക് ഉള്ളിൽ സംഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ, C കൃഷ്ണകുമാറിന് പ്രതീക്ഷിച്ച വോട്ട് നേടാൻ സാധിക്കാഞ്ഞത്, ശ്രീധരനെ പോലെ ഫേസ് അല്ലാതായി മാറാതിരുന്നത്, ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം, ഇതെല്ലാം പാലക്കാട് സംഭവിച്ചിട്ടുണ്ട്. ചേലക്കരയിലേക്ക് വരുമ്പോഴോ 4ാമത്തെ സ്ഥലമായിരുന്നല്ലോ ചേലക്കര. ചേലക്കരയിൽ യഥാർത്ഥത്തിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫൈറ്റ്, ബാക്കിയുള്ള എല്ലാ ഇടങ്ങളിലും മറ്റ് തന്ത്രങ്ങളും കുതന്ത്രങ്ങളും അടവുകളും സ്ഥാനാർത്ഥിയെ ചോർത്തലും ഒക്കെ ഉണ്ടായെങ്കിലും കൃത്യമായിട്ട് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ചേലക്കര തിരഞ്ഞെടുപ്പാണ് നേരിട്ടത്. അവിടെ UDF-ന് അഡ്വാൻറ്റേജ് ഉണ്ടായി. എന്താണ്? സ്ഥാനാർത്ഥി വിജയിപ്പിക്കാൻ സാധിച്ചില്ല. ചേലക്കര മണ്ഡലത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് 39,000-ഓളം വോട്ട് K രാധാകൃഷ്ണന് കൊടുത്ത് വിജയിപ്പിച്ച മണ്ഡലമാണ്. ആ മണ്ഡലം LDF-ൻ്റെ വളക്കൂറുള്ള മണ്ണാണ്, ചുവന്ന മണ്ണാണ് ചേലക്കര. അവിടെ വിജയിച്ച് കയറുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ശക്തമായ ഫൈറ്റ് കൊടുത്തു. അവിടെ രമ്യ ഹരിദാസ് വിജയിക്കുമെന്ന് കരുതി. വിജയിച്ചില്ലെന്ന് മാത്രമല്ല, ഭൂരിപക്ഷം പക്ഷേ കുറയ്ക്കാൻ സാധിച്ചു. 12,000-ലേക്ക് ഭൂരിപക്ഷം കുറച്ചു, 27,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കുറച്ചു. അപ്പോൾ ഈ 4 തിരഞ്ഞെടുപ്പുകളും സമഗ്രമായി നമ്മളൊന്ന് പരിശോധിച്ചാൽ അവിടെ പക്ഷേ രമ്യ ഹരിദാസ് മാത്രമായിട്ടല്ലോ ഭൂരിപക്ഷം കുറച്ചത്. അല്ല, ഭൂരിപക്ഷം കുറച്ചത് BJP-യുടെ ഒരു 10,000 വോട്ട് കൂടിയിട്ടുണ്ട്. 24,000 വോട്ട് 33,000 വന്നിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണെങ്കിലും നോക്കൂ, LDF-ന്റെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീണിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒറ്റ റീഡിംഗ് ആണ്. സിംഗിൾ പോയിന്റിൽ നമുക്ക് എത്താൻ പറ്റുന്നത് 4 ഉപതെരഞ്ഞെടുപ്പുകളിലും ഒരു ഭരണവിരുദ്ധ വികാരം അവിടെ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. 3ഇടങ്ങളിൽ അത് LDF-ന് പരാജയമായി. 4ാമത്തെ ഇടത്ത് ഭൂരിപക്ഷം 27,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം അവിടെ കുറയുന്നൊരു സാഹചര്യമുണ്ടായി. അത് പല രീതിയിലാണ് BJP അതിനെ ഡിഫെൻഡ് ചെയ്യുന്നത്. കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ UR പ്രദീപ് 2016 നേടിയതിനേക്കാൾ വോട്ട് വർദ്ധിപ്പിച്ചു എന്നുള്ള കണക്കിലാണ്. പക്ഷേ എങ്ങനെയാണെങ്കിലും തൊട്ട് മുമ്പത്തെ സ്ഥാനാർത്ഥിയിൽ നിന്ന് വോട്ട് കുറയണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും അവിടെ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഫാക്ടറുണ്ട്. അപ്പോൾ ഒരു ആൻറ്റി ഇൻകംപെൻസിയുടെ പശ്ചാത്തലത്തിലാണ് 5ാമത്തെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഈ ട്രെൻഡ് വെച്ചാണെങ്കിൽ കൃത്യമായിട്ടും നിലമ്പൂരിലും LDF-ന്റെ ഭൂരിപക്ഷം കുറയണം, ചുരുങ്ങിയ പക്ഷം. PV അൻവറാണ് മത്സരിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയില്ലല്ലോ. പക്ഷേ PV അൻവർ ഇപ്പോൾ സ്വന്തമായിട്ടാണല്ലോ മത്സരിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് നിലമ്പൂരിൽ മത്സരിക്കുന്നതെങ്കിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അഡ്വാൻറ്റേജ് നിലവിലത്തെ സാഹചര്യത്തിൽ, ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ സംസാരിക്കുന്ന സാഹചര്യത്തിൽ UDF-നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ കണക്കൂട്ടൽ. ഞാൻ പറയാം, അവിടെ പൊളിറ്റിക്സ് പറയണം, അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ പറഞ്ഞു വന്ന പൊളിറ്റിക്സ് കോൺഗ്രസിന് ഇപ്പോൾ തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എത്തി നിൽക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ രാഷ്ട്രീയം പറഞ്ഞ് തിരഞ്ഞെടുപ്പിലേക്ക് വരുന്നതിന് പകരം PV അൻവറിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം
ദിവസം മുതൽ ഈ നിമിഷം വരെ ഒരാഴ്ചക്കാലം നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് PV അൻവർ മാത്രമാണ് ഏറ്റവും കൂടുതൽ ടെലിവിഷൻ സ്ക്രീനിൽ നിറഞ്ഞു നിന്നത്. നേതാക്കൾ മറുപടി പറയാൻ സമയമെടുത്തത്, പ്രതിപക്ഷ നേതാവും UDF കൺവീനറും അടക്കമുള്ള മുതിർന്ന നേതാക്കളെല്ലാം പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് PV അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ഈ സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ UDF കൺവെൻഷനിലല്ലേ ശക്തമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ വന്നത്. അത് തന്നെ പാളിപ്പോയി എന്നാണ് എൻ്റെ പക്ഷം. അതാണ് ഞാൻ ഇന്നിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ രാഷ്ട്രീയം പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതിന് പകരം PV അൻവറിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് UDF നടത്തിയ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ പാളുന്നതാണ് കണ്ടത്. PV അൻവറാണ് തിരഞ്ഞെടുപ്പിൻ്റെ സിംഹഭാഗവും ഇതുവരെയുള്ള സിംഹഭാഗവും കൊണ്ടുപോയിരിക്കുന്നത്. പ്രധാനപ്പെട്ട വാർത്താ താരമെന്ന് പറയുന്നതും PV അൻവറാണ്. പക്ഷേ PV അൻവർ അവിടെ ദയനീയമായി പരാജയപ്പെട്ടു പോയത് ഗോൾ പോസ്റ്റുകൾ മാറ്റി അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ വെള്ളം ചേർത്തു എന്നുള്ളത് കൊണ്ടാണ്. അതും ഞാൻ വിശദീകരിക്കാം ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിൽ. ഇനി എന്താണ് കോൺഗ്രസിന് സംഭവിച്ചു പോയ പിഴവുകൾ? ഒന്ന്, ആദ്യഘട്ടത്തിൽ തന്നെ ഈ കോൺഗ്രസ് PV അൻവറിനെ ഇതിൽ അവിശ്വസിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ശരിയാണ്, PV അൻവർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ച് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് UDFനെ പ്രകോപിപ്പിച്ചു. പക്ഷേ അതിനു മുൻപ് തന്നെ ഇത് മുൻകൂട്ടി കാണണമായിരുന്നു UDF. അത് ഞാൻ ആൻറ്റോ പറഞ്ഞതിനോട് യോജിക്കുന്നു. എന്താണ്, PV അൻവറിനെ അസോസിയേറ്റ് ഘടകകക്ഷിയായി പ്രഖ്യാപിച്ചുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ പറയാനുള്ള അവസരം കിട്ടില്ല. PV അൻവറിന് ഈ അവസരം കിട്ടില്ല. PV അൻവറിന് അങ്ങനെ ഒരു അവസരം ഒരുക്കി കൊടുത്തത് UDFന് സംഭവിച്ച, പ്രത്യേകിച്ച് കോൺഗ്രസിന് സംഭവിച്ച, UDF ചെയർമാന് സംഭവിച്ച ഒരു വീഴ്ചയാണ്. പക്ഷേ ആ വീഴ്ചയ്ക്ക് PV അൻവർ അത് നേരിട്ട രീതി, PV അൻവർ തന്നെ രാഷ്ട്രീയ ആത്മഹത്യയിലേക്ക് പോകുന്ന തരത്തിലുള്ള തീരുമാനമാണ് എടുത്തത്. ഇന്നിപ്പോൾ സ്വന്തം പാർട്ടിയുടെ ചിഹ്നത്തിൽ പോലും മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ വന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, PV അൻവറിനെ പോലെയുള്ള സ്ഥാനാർത്ഥിക്ക് ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കണമെങ്കിൽ വേണ്ടത് മിനിമം മാനദണ്ഡങ്ങൾ അറിയാൻ പാടില്ലേ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ചുരുങ്ങിയ സമയമേ ഉള്ളൂ. അപ്പോൾ വളരെ പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനം, എല്ലാ സമയത്തും എടുത്തുചാടിയാണ് ഈ തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ടാണല്ലോ പിതൃതുല്യനിൽ നിന്ന് പിണറായിസത്തിലേക്ക് PV അൻവറിൻ്റെ തൻ്റെ രാഷ്ട്രീയ നിലപാട് മാറ്റേണ്ടി വന്നത്, പിണറായിസത്തിൽ നിന്ന് സതീശനിസത്തിലേക്ക് നിലപാട് മാറ്റേണ്ടി വന്നത്, അവിടെ നിന്ന് ഹിറ്റ്ലറിസത്തിലേക്ക് മാറ്റേണ്ടി വന്നത്. നാളെ ഇനി എന്താണ് മാറ്റാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. എന്തായാലും ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു PV അൻവർ ഉയർത്തിയ രാഷ്ട്രീയ വിഷയങ്ങളെ അപ്രസക്തമാക്കി PV അൻവർ തൻ്റെ രാഷ്ട്രീയ അവനവനിസത്തിൻ്റെതായിട്ടുള്ളൊരു താല്പര്യം അവിടെ പ്രകടമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ കോൺഗ്രസിലേക്ക് അൻവറിന് മാത്രമാണോ VD സതീശൻ കാണിക്കുന്നില്ല? വരട്ടെ, അത് എങ്ങനെയാണ് അവനവനിസത്തെ UDF നേരിട്ടത്? ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ആദ്യഘട്ടത്തിൽ PV അൻവറിനെ പാളിച്ച ഒരിടത്ത് മാത്രമാണ് സംഭവിച്ചത്. ആ സംഭവിച്ച പാളിച്ച എന്ന് പറയുന്നത് PV അൻവറിനെ അസോസിയേറ്റ് ഘടകകക്ഷിയായി ഈ തിരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ കൂട്ടണമായിരുന്നു. അങ്ങനെ അസോസിയേറ്റ് കക്ഷിയായിരുന്നുവെങ്കിൽ PV അൻവർ ആ അസോസിയേറ്റ് കക്ഷി എന്ന നിലയിൽ ആര്യാടൻ ഷൗക്കത്തിനെതിരെ പറഞ്ഞിരുന്നെങ്കിൽ UDF കുറച്ചുകൂടി ഒരു നീതി പുലർത്തി എന്നൊരു തോന്നലുണ്ടാക്കുമായിരുന്നു. അതിൽ മാത്രം ഞാൻ അംഗീകരിക്കുന്നു, അതിലൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം PV അൻവർ എടുത്ത എല്ലാ നിലപാടുകളും നോക്കി കെഞ്ചിയല്ലേ പറഞ്ഞത്, നിങ്ങളിത് മാത്രം നിങ്ങൾ UDF സ്ഥാനാർത്ഥി അംഗീകരിച്ചാൽ മതി, UDFന് അസോസിയേറ്റ് കക്ഷിയാണ് എന്ന് പറയുന്നതിന് പകരം കോൺഗ്രസ് എന്ത് വിട്ടുവീഴ്ച എടുക്കേണ്ടത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു മുന്നണി എന്ന നിലയിൽ, ഒരു പാർട്ടി എന്ന നിലയിൽ PV അൻവറിനോട് ചെയ്യാവുന്ന എല്ലാ വിട്ടുവീഴ്ചയും രണ്ടാം ഘട്ടത്തിൽ ചെയ്തു. ആദ്യഘട്ടത്തിലെ വീഴ്ചയ്ക്ക് ശേഷം ഞാൻ വരാം, ആന്റോയുടെ ചോദ്യത്തിലേക്ക് വരാം. അതിനു മുൻപ് ഇതാണ് ആദ്യത്തെ വീഴ്ച സംഭവിച്ചത്. രണ്ടാമത്തെ വീഴ്ച, അതുകൊണ്ട് തന്നെ PV അൻവർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ചർച്ച മുഴുവൻ പോയി. PV അൻവർ മറുപടി പറയുക, PV അൻവർ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന അവസ്ഥയിലേക്ക് പോയി. പകരം എന്താണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറേണ്ടത്? ഭരണവിരുദ്ധ വികാരത്തെ ശക്തമായി വോട്ടാക്കി മാറ്റുന്ന തരത്തിൽ പ്രതിഫലിപ്പിക്കണമായിരുന്നു. അവിടെയാണ് രണ്ടാമത്തെ വീഴ്ച സംഭവിച്ചത്. LDFന്റെ സ്ഥാനാർത്ഥി ആര് എന്ന ചർച്ചയിലേക്ക് പോയി. LDFന്റെ സ്ഥാനാർത്ഥിയെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് 3 ദിവസം മുമ്പ് പ്രഖ്യാപിച്ചു LDF. CPM വളരെ കൃത്യമായി ചിട്ടയായ രീതിയിൽ ഒരു വിമർശനത്തിനും LDFൽ ഒരു തരത്തിലുള്ള പടലപ്പിണക്കത്തിനും ഇടയാക്കാത്ത തരത്തിൽ, അതിൽ നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ചു വാങ്ങിയ ഒരു പണിയാണ് ഈ പറയുന്ന സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്ന വിവാദങ്ങളടക്കം. അപ്പോൾ തിടുക്കത്തിൽ അമച്വറായി ഒട്ടും പാകതയില്ലാത്ത തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ നേതൃത്വം രണ്ടാമത്തെ വിനയായി കോൺഗ്രസിന് അവിടെ മാറി. മൂന്നാമത്തത് UDF കൺവെൻഷനിൽ ഇന്നിപ്പോൾ KC വേണുഗോപാലിൻ്റെ ഒരു പരാമർശം വളരെ വലിയ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാവുകയാണ്. എന്താണ് ചർച്ചാ വിഷയം? തിരഞ്ഞെടുപ്പ് കൈക്കൂലിയാണ് പെൻഷൻ എന്നാണ് KC വേണുഗോപാൽ പറഞ്ഞത്. ഇന്ന് മണ്ഡലത്തിൽ LDFന്റെ ക്യാമ്പയിനിൽ അത് വലിയ ചർച്ചാ വിഷയമായി മാറുകയാണ്. ആ മണ്ഡലത്തിൽ തിരിച്ചടിക്കില്ലേ? എങ്ങനെയാണ് നിങ്ങൾ പറയുക? പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയാണ്. UDFന്റെ കാലത്ത് 11 മാസത്തെ വിവിധ തരത്തിലുള്ള പെൻഷനുകൾ കൊടുക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ 1600 രൂപ വെച്ച് ഇനി 2 മാസത്തെ 3 മാസത്തെ മാത്രം പെൻഷയ്ക്ക് കുടിശ്ശികയുള്ള സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ ആ പെൻഷൻ എന്നുള്ളത് ഒരു കൈക്കൂലിയാണെന്ന് പറഞ്ഞാൽ ഇത് വാങ്ങുന്ന ആളുകൾ വോട്ടർമാരല്ലേ? ആ വോട്ടർമാരുടെ മാനാഭിമാനത്തെയല്ലേ ചോദ്യം ചെയ്യുന്നത്? ആ രീതിയിലാണ് LDF അത് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തത്, മലപ്പുറം വിഷയം അനാവശ്യമായിട്ട് അവിടെ എടുത്തിട്ടു. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നീറ്റായിട്ട് തെരഞ്ഞെടുപ്പ് വിഷയം ചർച്ച ചെയ്യാൻ പാടില്ലാത്തത്? എന്തുകൊണ്ടാണ് കിഫ്ബി ഈ നിലമ്പൂർ മണ്ഡലത്തിൽ ചർച്ച ചെയ്യാൻ
പറയാനുള്ള കെ സി ധൈര്യമില്ലാത്തത്. വേണുഗോപാലൻ അത് തെരഞ്ഞെടുപ്പ് വിഷയമായി പറയുന്നതിൽ എന്താ അതാണ് ഞാൻ തടസ്സം? പറയാൻ വരുന്നത്. മലപ്പുറം വിഷയമടക്കം ഏത് മലപ്പുറം വിഷയം എടുത്തത്? ഞാൻ ആ ഭാഗം വായിക്കാം. മലപ്പുറത്ത് ദ ഹിന്ദു പത്രത്തിന് കൊടുത്ത അഭിമുഖത്തെക്കുറിച്ചാണ് കെ സി പറഞ്ഞത്. അതിൽ ദ ഹിന്ദു പത്രം കൊടുത്ത ഒരു ഭാഗമുണ്ട്, അതിന് തിരുത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. ദ കമന്റ്സ് ദ PR representative said were originally made at a press conference by the Chief Minister. The PR representatives provided in writing the request for inclusion in the Chief Minister's response on the lines that resolved by the Chief Minister Press Secretary. Including those lines as part of the Chief Minister's statements of that day was a lapse that revealed lack of journalistic rigor and we apologize for this error. അതാ പത്രത്തിന് സംഭവിച്ച എഡിറ്റോറിയൽ വീഴ്ചയാണ് എന്ന് പത്രം തന്നെ സമ്മതിച്ചിരിക്കുന്ന വിഷയത്തെ മലപ്പുറവുമായിട്ട് കൂട്ടിക്കെട്ടുമ്പോൾ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാൻ പോകുന്നത് ഏത് ശക്തികളാണ്? പത്രം പറഞ്ഞിട്ടുണ്ടോ? മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പറഞ്ഞു മലപ്പുറത്തെക്കുറിച്ച് ചീഫ് മിനിസ്റ്റർ അഭിമുഖത്തിൽ പറഞ്ഞിട്ടേ ഇല്ല. അത് ചേർത്തതിൽ ഞാൻ ഖേദിക്കുന്നു. ചീഫ് മിനിസ്റ്റർ പറയാത്ത കാര്യം അല്ലല്ല. അതാ പറഞ്ഞ ആ PR ചീഫ് മിനിസ്റ്റർ കൊണ്ടോ? ഏത് ചീഫ് മിനിസ്റ്റർ പറഞ്ഞിട്ടാ? ചീഫ് മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് കൊടുത്തോ? ഇല്ല. ഏതെങ്കിലും ഒരു PR ഏജൻസി ഏതെങ്കിലും വഴിയെ പോകുന്ന കൊടുത്താൽ പത്രം എടുത്ത് പ്രസിദ്ധീകരിച്ചാൽ അതാണ് ചോദിച്ചത്. അതിന് മറുപടിയില്ലല്ലോ ഹിന്ദുവിന്. അതുകൊണ്ടല്ലേ അപ്പോളജൈസ് ചെയ്യേണ്ടി വന്നത്. അപ്പോളജറ്റിക് ആയിട്ട് മാറി. അതെങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ വിഷയമായി വരിക? അതെങ്ങനെയാണ് അപകടം ഉണ്ടാക്കാൻ പോകുന്നത്? മലപ്പുറം വിഷയത്തെക്കുറിച്ചുള്ള ഏതൊരു ചർച്ചയും വന്ന് നിൽക്കാൻ പോകുന്നത് വെള്ളാപ്പള്ളി നടേശനിലേക്ക്. ആ സാമുദായിക ധ്രുവീകരണമാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ അത് അത്യന്തം അപകടം പിടിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമാണ് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. പകരം എന്താ, നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാമല്ലോ, വികസന രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാൻ. കിഫ്ബിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്തുകൊണ്ട് അവിടെ ചർച്ചയാവില്ല? ഭയക്കും. കിഫ്ബിയുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്താൽ ഭയം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ആ കണക്കുകൾ. അവിടുത്തെ റോഡുകൾ വികസിച്ചത് 307 കോടി രൂപയാണ്. അവിടെ 3 പ്രധാനപ്പെട്ട റോഡുകളടക്കം പൂക്കോട്ടുപാടം കാളികാവ് കരുവാരക്കുണ്ട് റോഡ്, മുണ്ടേരി പൂക്കോട്ടുപാടം റോഡ്, അതേപോലെ പൂക്കോട്ടുപാടം മൂലേപ്പാടം റോഡ്, ഇങ്ങനെ 3 പ്രധാനപ്പെട്ട റോഡുകളടക്കം കിഫ്ബിയുടെ പണത്തിൽ അല്ലെങ്കിൽ കിഫ്ബിയുടെ സംഭാവനയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ കിഫ്ബി ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ ചർച്ചയായാൽ LDF-ൽ നിന്ന് മറുചോദ്യം ഉണ്ടാവും. ഈ റോഡുകളുടെ വികസനം വേണ്ടെന്ന് നിങ്ങൾ പറയുമോ? 34 വർഷം MLA ആയിരുന്ന ആര്യാടൻ മുഹമ്മദിന് റോഡുകൾ നന്നാക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ലേ? ഇപ്പോൾ പറയുന്ന ചാലിയാർ പുഴയുടെ തീരത്തുള്ള പാലം നിർമ്മിക്കാൻ എന്തുകൊണ്ട് ആര്യാടൻ മുഹമ്മദിന് കഴിഞ്ഞില്ല? 34 വർഷം MLA ആയിരുന്ന ആര്യാടൻ മുഹമ്മദും 9 വർഷം മാത്രം MLA ആയ PV അൻവറും. ഇതിന് മറുപടി പറയേണ്ടി വരും. LDF സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുമ്പോൾ മറുഭാഗത്ത് അറിയാതെ UDF-ന്റെ MLA-യും മന്ത്രിയുമായിരുന്ന ആര്യാടൻ മുഹമ്മദ് കൂടി പ്രതിക്കൂട്ടിലാവുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് നിലമ്പൂരിൻ്റെ വികസന രാഷ്ട്രീയം പറയാൻ കോൺഗ്രസ് ഭയക്കുന്നത് എന്തിനാണ്? ഇത് കിഫ്ബി വഴി മറ്റു പദ്ധതികളുണ്ട്. മിനി സ്റ്റേഡിയത്തിൻ്റെ 18.3 കോടി, 7 സ്കൂളുകളുടെ നവീകരണത്തിനുള്ള 5.79 കോടി. അങ്ങനെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട ചർച്ച അവിടെ നടക്കുന്നില്ല. വികസന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചർച്ച അവിടെ നടക്കുന്നില്ല. പോട്ടെ, അതിദരിദ്രരുമായി ബന്ധപ്പെട്ട് ഇന്ന് കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട്. മണ്ഡലത്തിൽ ചർച്ചയാവേണ്ട വിഷയമല്ലേ? ഒരു മണ്ഡലത്തിലെ അതിദരിദ്രരെ കണ്ടെത്താൻ നടത്തിയ പഠനത്തിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പറയുന്നത് എത്ര വീടുകളാണെന്ന് അറിയാമോ? ഇനി ബാക്കി 47 കുടുംബങ്ങളെയാണ് അതിദരിദ്രർ എന്ന പട്ടികയിൽ നിന്ന് മാറ്റേണ്ടതെന്നാണ് പറയുന്നത്. ഇതിനെ കണക്ക് വെച്ച് പ്രതിരോധിക്കണ്ടേ കോൺഗ്രസ്? അങ്ങനെയല്ല. ആദിവാസി ഊരുകളിൽ പട്ടിണിയുണ്ട്, യഥാർത്ഥത്തിലുള്ള വികസനം ആദിവാസി ഊരുകളിൽ നടന്നിട്ടില്ല എന്ന് പറയാൻ അവിടെ പോയി കൃത്യമായി സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന സ്വരാജിനെതിരെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഈ സ്ഥലങ്ങളിൽ പോയി ചിത്രീകരിക്കണ്ടേ? അതല്ലേ അവിടെ മണ്ഡലത്തിൽ ചർച്ചയാവേണ്ട പ്രധാനപ്പെട്ട വിഷയം? സർക്കാർ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് പറയുന്ന കണക്കുണ്ട്. ലൈഫ് മിഷനിൽ ഇനി 5971 വീടുകൾ പണി കഴിപ്പിച്ചു കഴിഞ്ഞു. 2614 വീടുകൾ ഇപ്പോൾ നിർമ്മാണ ഘട്ടത്തിലാണ് ഇരിക്കുന്നത്. ഈ വാദത്തെ പൊളിച്ചു കളയാൻ പറയുന്ന ആർഗ്യുമെന്റ് മുന്നോട്ട് വയ്ക്കേണ്ട UDF എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതിന് പകരം മലപ്പുറത്ത് കടന്ന് കറങ്ങുന്നത്? എന്തുകൊണ്ടാണ് കൈക്കൂലി, തിരഞ്ഞെടുപ്പ് കൈക്കൂലിയാണ് എന്ന ആർഗ്യുമെന്റിലേക്ക് വരുന്നത്? എന്തുകൊണ്ടാണ് PV അൻവറിലേക്ക് മാത്രമായി ചുരുങ്ങുന്നത്? എന്തുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ SDP അടക്കമുള്ള സംഘടനകളുടെ വോട്ട് തങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞത്? ഇന്ന് നമ്മൾ കേട്ട ഏറ്റവും മനോഹരമായ ആർജവമുള്ള സ്റ്റേറ്റ്മെന്റുകളിലൊന്ന് സ്വരാജിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നില്ലേ? ഒരു വർഗീയവാദിയെയും മനുഷ്യനായി കാണാൻ കഴിയില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ പ്രകടമായ സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? ആ സ്റ്റേറ്റ്മെൻറ്റിലെല്ലാം അടങ്ങിയിരിക്കുന്നില്ലേ? അതുപോലെ എന്തുകൊണ്ടാണ്, അതുപോലെ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അത്തരം കക്ഷികളുടെ വോട്ട് വേണോ എന്ന ചോദ്യം വരുന്ന സമയത്ത് പ്രതികരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്കുള്ള മറുപടി നിർഭാഗ്യവശാൽ നിലമ്പൂർ മണ്ഡലത്തിൽ കേൾക്കുന്നതേയില്ല. വികസന രാഷ്ട്രീയത്തെക്കാൾ അപ്പുറം ഷോർട്ട് കട്ട് വഴി തിരഞ്ഞെടുപ്പിലെ വിജയം, കണക്കുകളിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെങ്കിൽ കോൺഗ്രസ് കടുത്ത പോരാട്ടത്തെ തന്നെയാണ് നേരിടുന്നത്. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, ശക്തമായൊരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രതീതി മുതലാക്കാൻ കഴിയുന്ന ഒരു ക്യാമ്പയിൻ നിലമ്പൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് ആരംഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അത് സർക്കാരിനെ ഓഡിറ്റ് ചെയ്യാനുള്ള, വിചാരണ ചെയ്യാനുള്ള ഒരു അവസരമായി പ്രതിപക്ഷം അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. PV അൻവർ എന്ന് പറയുന്നത് ഒരു ഫാക്ടർ അല്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുക എന്നതാണ്. ഇന്നും VSJ പറയുന്നത് ഒപ്പം നിർത്താൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുമെന്നാണ്. ആ
ആ ചെറുപ്പക്കാരൻ്റെ ആത്മവിശ്വാസമാണത്. പക്ഷേ പി വി അൻവർ മാറാനുള്ള സാധ്യതയില്ല എന്ന് മനസ്സിലാക്കുന്നു. ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് SDP സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നാണ്. അതായത് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്, പക്ഷേ തള്ളുവോ തള്ളുത്തില്ലേ എന്നൊരു കൺഫ്യൂഷൻ ഈ ഘട്ടത്തിലും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ ആ വോട്ടുകളൊക്കെ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? അപ്പോൾ ഇല്ല, നിലവിലത് അൻവറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? അൻവർ പറയുന്നത് SDP വോട്ട് വേണ്ട എന്ന് അൻവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അൻവർ തങ്ങളെ പിന്തുണയ്ക്കുമെന്ന് SDP-യും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആ ഭാഗത്ത് നിൽക്കുന്നു. അപ്പോൾ വരും ദിവസം നിലമ്പൂരിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് ഒരു മലയോര ഗ്രാമം എന്ന നിലയിൽ അവിടുത്തെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പ്രതിപക്ഷത്തിനും അതിന് മറുപടി പറഞ്ഞുകൊണ്ട് നേരിടാൻ ഭരണപക്ഷത്തിനും കഴിയണം. അതല്ലാതെ ചുരുങ്ങിയ വഴികളിലൂടെ അടവുകൾ മാറ്റി മലപ്പുറത്തിൻ്റെ പേരിൽ ഈ പറയുന്ന ഇപ്പോൾ മലപ്പുറത്തെക്കുറിച്ച് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഒരു കാര്യം, കുഞ്ഞഹമ്മദ് ഹാജിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി മലപ്പുറത്തെ അപമാനിക്കാൻ ശ്രമിച്ചുവെന്നാണ്. ഇത് ചതിയന്മാരുടെ നാടല്ല. മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? വാര്യൻകുന്നിനെ പട്ടാളക്കാരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ചതിച്ചതാണ്. ആ ചതിയൻ നോക്കൂ, നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലേ? ഈ ചതിയന്മാരടക്കം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു കൊണ്ടല്ലേ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ കീഴടക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തത്. ഒറ്റുകാരും നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരു രാമനാഥ അയ്യർ എന്ന് പറയുന്ന ഒരു സർക്കിളിനെ കുറിച്ച് പറയുന്നുണ്ട് വാര്യൻകുന്നിൻ്റെ കഥ പറയുന്ന സമയത്ത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ അതിനെ എങ്ങനെ ചിത്രീകരിക്കുന്നത്? മലപ്പുറത്തിനെ അപമാനിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി എന്ന നിലത്തിൽ. ചരിത്രമല്ലേ? ചരിത്രം നമ്മുടെ മുന്നിലില്ലേ? എന്താണ് മറുചരിത്രം നിങ്ങൾക്ക് പറയാനുള്ളത്? ബ്രിട്ടീഷുകാരോടൊപ്പം നിന്നുകൊണ്ട് ഈ പറയുന്ന വാര്യൻകുന്നത്തെ ഹാജിയെ ഒതുക്കിയ ഒറ്റാൻ ശ്രമിച്ച സാമൂഹിക ദ്രോഹികളും നമ്മുടെയൊക്കെ ഈ മലയാളക്കരയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ചരിത്രമായി ചിലത് മനസ്സിലാവും. ആരാണ് ഒറ്റാൻ ശ്രമിച്ചത്, ആരാണ് അടയാളങ്ങൾ കൊടുത്തത് എന്നുള്ളത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. മലപ്പുറം ഇതിനെല്ലാം ഒറ്റ മറുപടി LDFിൻ്റെ ഭാഗത്തുള്ളൂ. മലപ്പുറം ജില്ല തന്നെ രൂപീകരിക്കുന്നതിനെതിരായിട്ട് നിന്നത് ആരാ എന്നുള്ള ഒറ്റ ചോദ്യം ചോദിച്ചാൽ തീരാവുന്ന വിവാദങ്ങളേ ഉള്ളൂ. ഞാൻ പറയുന്നത് ആ ചർച്ചയിലേക്കേ അല്ല പോകേണ്ടത്. ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് അടക്കമുള്ള നേതാക്കൾ, അവിടെ ലീഗും CPM-ൻ്റെയും സപ്തകക്ഷി മുന്നണിയാണ് മലപ്പുറം ജില്ല രൂപീകരിക്കുന്നത്. 1969 ജൂൺ മാസം 16-ാം തീയതി. നമ്മളിപ്പോൾ ഈ ജൂൺ 16 അതിൻ്റെ മറ്റൊരു വാർഷികത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അന്നും കോൺഗ്രസ് എടുത്ത നിലപാടെന്താ? അത് ഒരു മിനി പാകിസ്ഥാനായി മാറും എന്നുള്ള പ്രകടനം നടത്തിയവർ അന്നും ഉണ്ടായിരുന്നു എന്നുള്ളത് ആരും മറക്കാതെ പോകരുത്. അന്ന് CPM-ഉം ലീഗും, തീർച്ചയായിട്ടും ലീഗിൻ്റെ അതിനകത്ത് വളരെ നിർണായകമായ സ്വാധീനമുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് മലപ്പുറം ജില്ല രൂപീകൃതമാകുന്നത്. ആ ചരിത്രത്തിലേക്കല്ല നമ്മൾ പോകേണ്ടത്. പകരം വർത്തമാനകാലത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വരണം പ്രതിപക്ഷവും ചർച്ചയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതല്ലെങ്കിൽ മുതലെടുക്കാൻ നിൽക്കുന്ന ആളുകൾ മറുഭാഗത്തുണ്ട്. ഈ മലപ്പുറം വിഷയമൊക്കെ ചർച്ചയാകും എന്ന് പറയുന്നതിലെ ദുഷ്ടലാക്ക് കൂടി നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ് എൻ്റെ പക്ഷം. മോഹൻ ജോർജിനെ സംബന്ധിച്ച് വീട്ടിൽ നിന്നുള്ള വോട്ട് ഉറപ്പാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് കഴിഞ്ഞ് സഭയിലെ വോട്ട് ഉറപ്പാക്കാനാണ് ശ്രമം നടത്തുക. പക്ഷേ 2 ആഴ്ച കൂടി മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് സുജയ. എന്തായാലും സമയം വളരെ വൈകിയാണ് ഒരു സ്ഥാനാർത്ഥിയെ ഇപ്പോൾ പരിചയപ്പെടുത്തേണ്ട അവസ്ഥയിലേക്ക് എത്തിയത്. ബാക്കി സ്ഥാനാർത്ഥികളെല്ലാം നാട്ടുകാർക്ക് അറിയാം. മോഹൻ ജോർജിൻ്റെ കാര്യത്തിൽ ഇനി സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തുക എന്നൊരു ചടങ്ങ് കൂടിയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അടവുകൾ മാറുന്നുണ്ട്. അടവുകൾ ആരോഗ്യകരമായ ഒരു തിരഞ്ഞെടുപ്പ് മത്സരത്തിനാവട്ടെ എന്നാണ് എൻ്റെ പക്ഷം. സുജയ, അടവുകൾ മാറുകയാണല്ലോ. കാരണം അടവ് മാറുന്നത് നമ്മളൊരു പാതിരാ യാത്രയിലൂടെയൊക്കെ നേരത്തെ തന്നെ കണ്ടല്ലോ. എന്തടവും പ്രയോഗിക്കും എന്ന രീതിയിലേക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. PV അൻവർ ഈസ് നോട്ട് അവർ ഹെഡേക്ക് എന്ന് പറഞ്ഞ ആള് പാതിരാത്രിക്ക് കൂടിക്കാഴ്ചയൊക്കെ നിശ്ചയിച്ച് വീട്ടിൽ കയറി ചെല്ലുന്നത് OLX ഇടാൻ വേണ്ടി കാണാൻ ചെന്നതാണോ എന്നറിയില്ല. എന്തായാലും ചെന്ന് കാണുന്നതൊക്കെ നമ്മൾ കണ്ടല്ലോ. അവിടെ മുതൽ തന്നെ അടവുകൾ മാറുകയാണ്. ഈ അടവൊക്കെ ആരാണ് പഠിപ്പിച്ചു കൊടുത്തത് എന്നതാണ് ഇപ്പോൾ ആ വ്യക്തിയടക്കം വ്യക്തമാക്കേണ്ടത്. പിന്നെ PV അൻവർ എവിടെയാണുള്ളത്? തൃണമൂലിലാണോ ബംഗാളിലാണോ എന്നൊക്കെ ചോദിച്ചായിരുന്നു നമ്മുടെ ജയരാജേട്ടൻ. അദ്ദേഹത്തിനും ഇപ്പോൾ പത്രിക സമർപ്പിച്ചപ്പോൾ നിലമ്പൂരിൽ തന്നെയുണ്ട് എന്ന് ബോധ്യമായിട്ടുണ്ടാകും PV അൻവറിൻ്റെ കാര്യത്തിൽ. ഇവിടെ ഇപ്പോൾ കുറേ കണക്കുകൾ അല്ലെങ്കിൽ അങ്ങനെയാകും സാധ്യതകൾ എന്നൊക്കെ ഇപ്പോൾ ഡോക്ടർ അരുൺ പറയുകയും ചെയ്തല്ലോ. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുമെന്നുള്ള താങ്കളുടെ ആത്മവിശ്വാസം അത് നിലവിലത്തെ ഒരു സാഹചര്യം വെച്ചുകൊണ്ടാണ്. PV അൻവർ കൂടി ഇപ്പുറത്ത് മത്സരിക്കാൻ എത്തുമ്പോൾ അത് M സ്വരാജിന് അത്ര വോട്ടുകൾ സമാഹരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വ്യാഖ്യാനമായിരിക്കാം ഒരു പക്ഷേ താങ്കളെ അതിലേക്ക് എത്തിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ UDF-ൻ്റെ നേതാക്കൾക്കും ആ ഒരു ആത്മവിശ്വാസമുണ്ട്. ആര്യാടൻ ഷൗക്കത്തിനെ മുസ്ലിം ലീഗ് പൂർണ്ണമായും 30,000 മുതൽ 40,000 വോട്ടുകളൊക്കെ മുസ്ലിം ലീഗ് വിചാരിച്ചാലാണ് അവിടെ പോൾ ചെയ്യപ്പെടേണ്ടത്. അത് അത്രയും ഇൻടാക്റ്റ് ആയിട്ട് അവിടെ പോൾ ചെയ്യപ്പെടും. അങ്ങനെയുള്ളൊരു ആത്മവിശ്വാസവും അങ്ങനെയുള്ളൊരു പോൾ അരിത്തമെറ്റിക്കുമാണ് ഡോക്ടർ അരുണിനെയും അതുപോലെ തന്നെ UDF-നെയും ഇപ്പോൾ ആ രീതിയിൽ ചിന്തിപ്പിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു വരാനായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ PV അൻവർ നിൽക്കുന്നുകൊണ്ട് PV അൻവർ ഇപ്പോൾ ചെയ്യുന്നത് എന്താണ് എന്നത് കൂടി UDF മനസ്സിലാക്കേണ്ടതുണ്ട്. PV അൻവർ കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട സെറ്റ് ചെയ്യുകയാണ്. ഓരോ മണിക്കൂറിലും മാറ്റി മാറ്റി വിടുകയാണ്. സ്വന്തമായിട്ടൊരു അജണ്ട സെറ്റ് ചെയ്യാൻ UDF-ന് കഴിയുന്നുണ്ടോ എന്നത് നോക്കണം. KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ അത് വിവാദമാകുന്നുണ്ടെങ്കിലും KC അവിടെ കൃത്യമായ ഒരു അജണ്ട സെറ്റ് ചെയ്യുകയായിരുന്നു. UDF-ൻ്റെ ക്യാമ്പയിൻ ഏത് രീതിയിലാണ് പോകേണ്ടത് എന്നുള്ള ഒരു ദിശ നിർണ്ണയിക്കുന്ന രീതിയിലാണ് അവിടെ ഈ വിഷയങ്ങൾ പറഞ്ഞത്. ഈ മലപ്പുറം ജില്ലയ്ക്കെതിരെ വലിയ ചതിപ്രയോഗം നടത്തിയ ആളാണ് മുഖ്യമന്ത്രി എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് പിണറായിസത്തിനെതിരായ പോരാട്ടമെന്ന് അൻവർ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയാണ്. അൻവർ ആണല്ലോ മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ, ADGP MR അജിത് കുമാറിനെതിരെ, അതുപോലെ ഈ മലപ്പുറം
മലപ്പുറം പരാമർശത്തെക്കുറിച്ച് ഞാൻ എടുത്തു നോക്കുകയായിരുന്നു. അതിൽ ഈ അഭിമുഖം വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം 2024 ഒക്ടോബർ 1 സെപ്റ്റംബർ 30 ദ ഹിന്ദു ഈ അഭിമുഖം പ്രസിദ്ധീകരിക്കുന്നത്. ഈ വിഷയം ആദ്യം ടേക്കപ്പ് ചെയ്തത് PV അൻവറാണ്. 2024 ഒക്ടോബർ 1 ഈ വിഷയം അൻവർ ഉയർത്തുകയാണ്. അത് KC വേണുഗോപാൽ UDF കൺവെൻഷനിൽ ആവർത്തിക്കുന്നു. അത് വലിയ വിഷയമാണ്, അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ വിഷയമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറയുന്നു. പക്ഷേ വിഷയം ഉയർത്തിയ അൻവർ എവിടെയാണ് സാർ? വിഷയം ഉയർത്തിയ ഈ അജണ്ട സെറ്റ് ചെയ്ത് കൊടുത്ത PV അൻവർ എതിർ സ്ഥാനാർത്ഥിയായി മറുഭാഗത്ത് നിൽക്കുകയാണ്. അതാണ് ഇവിടുത്തെ ഒരു നമ്മൾ കാണുന്ന ഒരു അതിന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ PV അൻവറിന്റെ വിഷയങ്ങൾ വേണം, എന്നാൽ അൻവറിനെ വേണ്ട. അതാണ് UDFന്റെ സ്റ്റാൻഡ്. PV അൻവർ ഉയർത്തിയ വിഷയങ്ങളല്ലാതെ ഒരു ഫ്രഷ് ടോപ്പിക് എടുത്തിടാൻ പറ്റണ്ടേ? സർക്കാരിനെതിരെ കാര്യങ്ങൾ പറയാമല്ലോ. സർക്കാരിനെതിരെ പറയാനായിട്ട് ഇപ്പോൾ KC വേണുഗോപാൽ ശ്രമിച്ച പ്രധാനപ്പെട്ട കാര്യം ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ ക്ഷേമ പെൻഷൻ തെരഞ്ഞെടുപ്പ് കാലത്തെ കൈക്കൂലിയാക്കി എന്നുള്ളതാണ്. അതാണ് ഫ്രഷ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് ഫ്രഷാണ്. ആ ഫ്രഷ് ആരോപണം KC വേണുഗോപാൽ ഉന്നയിക്കുകയാണ്. പക്ഷേ അതിപ്പോൾ ബാക്ക് ഫെയർ ചെയ്യാൻ പോവാണ് KC വേണുഗോപാലിനെ. അതെ. അപ്പോൾ അത് ഇപ്പോൾ KC ചർച്ച കാണുന്നുണ്ടെങ്കിൽ അതിപ്പോൾ UDFനെതിരെ വലിയ രീതിയിൽ 62 ലക്ഷം ആൾക്കാർ, അതാണ് 62 ലക്ഷം ഗുണഭോക്താക്കളുള്ള ഒരു പദ്ധതിയാണ്. മാത്രമല്ല അതെ, ഇടതുപക്ഷം അത് ആവശ്യപ്പെടുന്നു. മാത്രമല്ല നിലമ്പൂരിൽ ഓരോ തലത്തിലും വേണമെന്നുണ്ടെങ്കിൽ ഓരോ ബൂത്തും തിരിച്ച് അവർ പ്രതിഷേധ പ്രകടനം നടത്തും. കാരണം LDFന് ഇതിലും വലിയൊരു ആയുധം കിട്ടാനുണ്ടോ? ക്ഷേമ പെൻഷൻ അത് വർദ്ധിപ്പിച്ച് 1600 രൂപയാക്കുന്നു. അതുപോലെ തന്നെ വിവിധ ശ്രേണികളിൽപ്പെട്ട ആളുകൾക്കുള്ള ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു. അങ്ങനെ അത് കൃത്യമായി ഇടതുപക്ഷം നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ M സ്വരാജിന്റെ വിജയത്തിലേക്ക് ഈ ക്ഷേമ പെൻഷൻ പരാമർശം കൊണ്ടുപോയാൽ തെറ്റ് പറയാൻ കഴിയില്ല. കാരണം അത്ര നല്ലൊരു ആയുധമാണ്. അതായത് സർക്കാർ വിരുദ്ധ വികാരം, ഭരണവിരുദ്ധ വികാരം, അതുപോലെ തന്നെ PV അൻവറിനെതിരായ വികാരം, അതൊക്കെ UDFനോട് എൻക്യാഷ് ചെയ്യാവുന്നതാണ്. അതൊക്കെ എൻക്യാഷ് ചെയ്യുന്നതിന് ഇവിടെ എന്താണ് അൻവർ ചെയ്തത്? അൻവർ ഇടയ്ക്കിടയ്ക്ക് ആഫ്രിക്കയിൽ പോവുകയല്ലേ? അതൊക്കെ ചോദിക്കാം അൻവറിനെതിരെ. പക്ഷേ ഒരു കാര്യമെങ്കിലും ഈ കൺവെൻഷനിൽ ആരെങ്കിലും പറഞ്ഞു? UDF കൺവെൻഷനിൽ ആരും പറഞ്ഞിട്ടില്ല. അതായത് അൻവർ ഉയർത്തിയ വിഷയങ്ങൾ വേണം, അൻവറിനെയും വേണം. എന്നാൽ അൻവർ പറഞ്ഞ സ്ഥാനാർത്ഥിയായ VS ജോയിയെ നിർത്താൻ തയ്യാറല്ല, അൻവറിനെ ഘടകകക്ഷിയായി അംഗീകരിക്കാനും തയ്യാറല്ല. ഇത് ജനം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ജനത്തിന് ഇത് കാണുമ്പോൾ കൃത്യമായി മനസ്സിലാകും അൻവറിനോട് കാണിക്കുന്നത് എന്താണ്. അനീതിയാണ് എന്ന് നിലമ്പൂരുകാർക്ക് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ PV അൻവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതിൽ നിന്ന് ഒരുപാട് മയപ്പെട്ടാണ് ഇന്നത്തെയൊക്കെ പ്രസ്താവനകൾ വരുന്നത്. UDFലേക്ക് ഇല്ല എന്നല്ല. ഇന്ന് ഞാൻ നമ്മുടെ തത്സമയം ടെലിഫോൺ അഭിമുഖത്തിൽ PV അൻവർ വന്നിരുന്നു. അപ്പോൾ ഞാനത് എടുത്തു ചോദിച്ചപ്പോൾ PV അൻവർ പറയുന്നത് VD സതീശൻ ചെയർമാനായിരിക്കുന്ന UDFലേക്ക് ഇല്ല എന്ന് അൻവർ പറയുന്നില്ല. അൻവറിന് UDFിൽ വരാൻ, കോൺഗ്രസിനൊപ്പം സഹകരിക്കാൻ, ലീഗിനോടൊപ്പം കൈകോർത്ത് അടുത്ത തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഒന്നിച്ചുണ്ടാകാൻ ആഗ്രഹമുണ്ട് PV അൻവറിന്. കാരണം LDFിലേക്ക് ഒരു മടങ്ങിപ്പോക്കില്ല, NDAയുടെ ഭാഗമാകാൻ PV അൻവർ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അൻവർ ആഗ്രഹിക്കുന്നത് UDFിനൊപ്പം നിൽക്കാനാണ്. ആ അൻവറിനെ ചേർത്ത് നിർത്താൻ UDFിനുള്ളിൽ ലീഗും കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. പക്ഷേ എന്തുകൊണ്ട് അൻവറിന് പുറത്ത് നിൽക്കേണ്ടി വരുന്നു? അത് നിലമ്പൂരുകാർ ഉറപ്പായിട്ടും ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മലപ്പുറം പരാമർശം ഇന്റർവ്യൂവിനെ കുറിച്ച് ഡോക്ടർ അരുൺ ഇവിടെ പറഞ്ഞല്ലോ. അതിൽ ദ ഹിന്ദു പറഞ്ഞത് 2024 സെപ്റ്റംബർ 29 രാവിലെ 9 മണിക്കെടുത്ത ഒരു അരമണിക്കൂർ അഭിമുഖം. ആ അരമണിക്കൂർ അഭിമുഖത്തിൽ മുഖ്യമന്ത്രിയും ദ ഹിന്ദുവും ഒരേപോലെ പറയുന്ന ഒരു കാര്യം, ഇന്റർവ്യൂവർ അല്ലാതെ നമ്മളിപ്പോൾ മുഖ്യമന്ത്രിയെ അഭിമുഖം ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ചാനൽ ആയതുകൊണ്ട് നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് അല്ലെങ്കിൽ 1 or 2 വീഡിയോ ജേർണലിസ്റ്റുകൾ ഉണ്ടാകും, പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ആ പ്രൊഡ്യൂസർ ഉണ്ടാകും. ഇത്രയും പേരാണ് ആ ഇന്റർവ്യൂ നടക്കുന്ന മുറിയിൽ ഉണ്ടാവുക. ഇവിടെ മുഖ്യമന്ത്രിയെ അഭിമുഖം ചെയ്യുമ്പോൾ 2 പേരൊപ്പം ഉണ്ടായിരുന്നു എന്ന് ദ ഹിന്ദു ആദ്യഘട്ടത്തിൽ പറയുകയാണ്. അത് കൈസിന്റെ CEO വിനിത് ഹാന്തയും അതുപോലെ തന്നെ TD സുബ്രഹ്മണ്യനുമാണ് എന്നൊക്കെ ആ സമയത്ത് വന്ന വാർത്തകളാണ്. എന്നാൽ അതേസമയം തന്നെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവിടെ ഒരാൾ കടന്നു വന്നു എന്നുള്ളത് മുഖ്യമന്ത്രിയും പറയുന്നുണ്ട്. ഒക്ടോബർ 3 താങ്കൾക്ക് എടുത്തു നോക്കാം, ഡിജിറ്റൽ ആർക്കൈവ്സിലുണ്ട്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയും ഈ ഒരു പ്രസൻസ്, ഇന്റർവ്യൂവർ അല്ലാത്ത മറ്റൊരാളുടെ പ്രസൻസ്, അത് ഹിന്ദുവിലെ ആളാണ് എന്ന് ഞാൻ കരുതി എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അഭിമുഖം തയ്യാറാക്കിയത് മുൻ MLAയുടെ മകനാണ് എന്ന് പറയുന്നു. ആ മുൻ MLAയുടെ മകൻ ആരാണ്? TD സുബ്രഹ്മണ്യനാണ്. അപ്പോൾ സുബ്രഹ്മണ്യൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ഹിന്ദുവും അതുപോലെ തന്നെ സുബ്രഹ്മണ്യൻ വഴിയാണ് ഈ അഭിമുഖം റെഡിയാക്കിയതെന്ന് മുഖ്യമന്ത്രിയും പാർട്ടിയും പറയുകയാണ്. അപ്പോൾ ഇവിടെ ദ ഹിന്ദു പറയുന്ന വാദങ്ങൾ പൂർണ്ണമായും തള്ളുക എന്ന് പറയുന്നത് യുക്തിഭദ്രമല്ല എന്നതാണ് ആ വിഷയത്തിലെ എൻ്റെ ടേക്ക്. ഇത് അൻവർ 2024 ഒക്ടോബർ 1 ഉന്നയിക്കുകയും പ്രതിപക്ഷം അത് ഏറ്റെടുക്കുകയും പ്രതിഷേധങ്ങൾ നടത്തുകയും ചെയ്തതിനു ശേഷമാണ് ദ ഹിന്ദുവിൻ്റെ തിരുത്തു വരുന്നത്. പ്രസ് സെക്രട്ടറി PM മനോജ് നിഷേധിച്ച വാചകങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് PR ഏജൻസി പ്രതിനിധി രേഖാമൂലം ആവശ്യപ്പെട്ടു എന്ന് ദ ഹിന്ദു പറഞ്ഞിട്ടുണ്ട്. രേഖാമൂലം ആവശ്യപ്പെട്ടത് അവർക്ക് ഇനിയും പുറത്തുവിടാവുന്നതേ ഉള്ളൂ. തൽക്കാലത്തേക്ക് ആ വിവാദം ഒതുക്കി തീർക്കുകയാണ് അവിടെ ചെയ്തത് എന്നതാണ് ആ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്റർവ്യൂവിൽ വന്ന ഭാഗം എന്താണ്? ഈ മലപ്പുറം പരാമർശം എന്ന് പറഞ്ഞാൽ പോരല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ മലപ്പുറം ജില്ലയിൽ 150 കിലോ സ്വർണ്ണം
സ്വർണവും 123 കോടിയുടെ ഹവാല പണവും പിടികൂടി. ഈ പണം കേരളത്തിലേക്ക് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് എത്തുന്നത്. ഇത്തരക്കാർക്കെതിരായ സർക്കാർ നടപടിക്കെതിരായ പ്രതികരണമാണ് ഇപ്പോഴുണ്ടാകുന്നത്. പി വി അൻവർ ആദ്യം മുതലേ പറഞ്ഞു വെച്ചത് എന്തൊക്കെയാണ്? പി വി അൻവർ പറഞ്ഞത് ഈ മലപ്പുറത്തെ സ്വർണ്ണക്കടത്തിന്റെ ആളുകളാക്കി അവിടുത്തെ മലപ്പുറംകാരെ മാറ്റുന്നു, കള്ളക്കേസ് എടുക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാണല്ലോ ഈ പോർമുഖം തുറന്നത്. അവിടെ നടക്കുന്ന നെക്സസുകൾ, അതെ, ആ നെക്സസുകൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞതാണ്. അതിനുള്ള മറുപടിയാണ് ഇന്റർവ്യൂവിൽ വാർത്താ സമ്മേളനത്തിൽ നിന്ന് എടുത്ത് കോട്ട് ചെയ്തതാണ്. എങ്കിൽ പോലും വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറയാതെ ആർക്കും കോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയോ പാർട്ടിയോ നിഷേധിച്ചിട്ടുമില്ലല്ലോ. അപ്പോൾ എവിടെയെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ എന്ന ഒരു കാര്യം അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കേസ് ഇത് രാഷ്ട്രീയ വിഷയമായിട്ടാണ് എടുത്ത് ഉന്നയിച്ചത് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് സണ്ണി ജോസഫും അക്കാര്യം ആട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഈ വിഷയം തുടർന്നും പറയുമെന്നുള്ളത്. ഇനി PR ഏജൻസി, കൈസൻ, അതൊക്കെ നമുക്ക് മാറ്റിവെക്കാം. പക്ഷേ ആ പറഞ്ഞ വാചകങ്ങൾ അത് അഭിമുഖത്തിൽ ഉൾപ്പെടുത്തിയത് തെറ്റായിട്ടാണ് എന്ന് ഹിന്ദു ഖേദം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും മറ്റൊരിടത്ത് അത് പറഞ്ഞിട്ടുണ്ട് എന്നത് അവിടെ നിൽക്കുകയാണ്. അല്ലെങ്കിൽ പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ളത് സ്ഥാപിക്കാൻ സാധിക്കണം. അപ്പോൾ സ്വർണ്ണക്കടത്തിന്റെയും കള്ളപ്പണത്തിന്റെയും കേന്ദ്രമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി മലപ്പുറത്തെ അപമാനിച്ചു. അത് UDFന്റെ ഇനി അങ്ങോട്ടുള്ള പ്രചാരണ സാമഗ്രി തന്നെയാണ്. ആ വാചകങ്ങൾ കൃത്യമായി അവരെടുത്ത് ഉപയോഗിക്കും. VV പ്രകാശിന്റെ മകളുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് MV ഗോവിന്ദൻ മാഷ് ലേഖനം എഴുതിയല്ലോ ദേശാഭിമാനിയിൽ. അതുപോലെ തന്നെ കണ്ടാൽ മതി. അതിന്റെ കൗണ്ടർ നറേറ്റീവാണ് ഇവിടെ KC വേണുഗോപാൽ സെറ്റ് ചെയ്യുന്നത്. പക്ഷേ അവിടെ അൻവർ പറഞ്ഞതിന്റെ ഒരു തുടർച്ചയാണ് ഇത് എന്നതാണ് നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്. പക്ഷേ ഈ ക്ഷേമ പെൻഷൻ ബൂമറാങ് ചെയ്യാനുള്ള സാധ്യത അവിടെ നിൽക്കുന്നുണ്ട് എന്നതാണ് എൻ്റെ ഇക്കാര്യത്തിലെ വിലയിരുത്തൽ. അതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്ത് തങ്ങൾക്കെതിരെ ബണ്ട് പറഞ്ഞത് അതും ഒരു നറേറ്റീവായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ സാധ്യതയുണ്ട്. അടവുകൾ മാറുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 4 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതാണ്. അൻവറിനെ കുറച്ച് കാണാൻ പറ്റില്ല. അൻവർ പിടിക്കുന്ന വോട്ടുകൾ, അൻവർ ഒരു കിങ് ആയില്ലെങ്കിൽ ഒരു കിങ് മേക്കർ ആകും ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് ഉറപ്പാണ്. താങ്കൾ പറയുന്ന അവനവിനസത്തോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. അവിടെ ഒരു വഴിയുമില്ലാതെ പെരുവഴിയിൽ ഒരു മനുഷ്യൻ നിൽക്കുമ്പോൾ അയാൾ എന്താണ് ചെയ്യേണ്ടത്? നാട്ടിലുള്ള ആരായാലും ചെയ്യുന്നതൊക്കെ തന്നെയാണ് അൻവറും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന് പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ PV അൻവർ LDF നിന്ന് ഇറങ്ങിപ്പോയി. എന്ത് ചെയ്യാനാണ്? LDF നിന്നാൽ മതിയായിരുന്നു. LDF വിട്ട് അല്ലെങ്കിൽ പിണറായി വിജയനെ വിട്ട് ഇറങ്ങി വന്നത് ശരിയായി എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അവിടെ നിൽക്കുമായിരുന്നെങ്കിൽ ഇതിനേക്കാൾ കുറച്ചുകൂടി മാന്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് അൻവറിന് കിട്ടുമായിരുന്നു എന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതുപോലെ എടുക്കാമെന്ന് പറഞ്ഞ് പറ്റിക്കുന്ന പരിപാടി എന്തായാലും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും LDF സംവിധാനവും LDF കൺവീനറും ഒന്നും കാണിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു തീരുമാനം ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അത് LDF പറഞ്ഞേനെ. പക്ഷേ UDF എടുക്കുമെന്ന് പറഞ്ഞു, ദാ എടുക്കുന്നു, ഇപ്പോൾ എടുക്കും എന്ന് പറഞ്ഞിട്ട് പറ്റിച്ച് അവസാനം ഒഴിഞ്ഞ സീറ്റിൽ അതേ ആൾക്ക് പോയി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കേണ്ടി വരുന്നു. കഷ്ടമല്ലേ അയാളുടെ കാര്യം? അങ്ങനെ കൂടി ഒന്ന് ആലോചിക്കണം. നിലമ്പൂരുകാർ ആ മനുഷ്യന്റെ കഷ്ടപ്പാടും കഷ്ടവും ഒക്കെ കാണാനായിട്ട് തയ്യാറാവുകയാണെങ്കിൽ ഡോക്ടർ അരുൺ കരുതുന്ന പോലെ ആകില്ല. തെരഞ്ഞെടുപ്പാണ്, ജനങ്ങളുടെ മനസ്സാണ്. ജനങ്ങളുടെ മനസ്സ് ആർക്കൊപ്പം നിൽക്കുമെന്നുള്ളത് നമുക്ക് ഈ ഒരു AC മുറിയിലിരുന്ന് വിലയിരുത്തുന്നത് പോലെയല്ല. അവിടുത്തെ നാട്ടിലെ ആളുകൾ, സാധാരണക്കാരായ ആളുകൾ, അവർ ചിലപ്പോൾ സ്വരാജ് മതിയെന്നങ്ങ് തീരുമാനിക്കും. ഇടത് സർക്കാർ തുടരട്ടെ, ഇടത് സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഒരു MLA തുടരട്ടെ, ഇനിയുള്ള 7-8 മാസമാണുള്ളത്, ബാക്കി വികസന പ്രവർത്തനങ്ങൾ കൂടി മണ്ഡലത്തിൽ നടക്കട്ടെ എന്ന് വിചാരിച്ചാൽ സ്വരാജിന് വിജയമൊന്നും അപ്രാപ്യമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും അൻവർ സെറ്റ് ചെയ്യുന്ന ഗോൾ പോസ്റ്റ് മാറ്റുന്ന അജണ്ടയും ഈ ഗോൾ പോസ്റ്റ് സെറ്റ് ചെയ്ത് കണ്ട് ബാക്കിയുള്ളവരെ കണ്ട് ഗോൾ അടുപ്പിക്കുന്ന ഈ പ്രക്രിയയും അടുത്ത ദിവസങ്ങളിലും തുടരുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. വോട്ട് കൃത്യമായിട്ട് ഇവിടെ സ്പ്ലിറ്റ് ആകാൻ പോകുന്നു എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. VD സതീശൻ ചെയ്ത കാര്യങ്ങളിൽ തെറ്റുപറ്റിയിട്ടുണ്ടോ എന്നുള്ളത് ഫലം വരുമ്പോൾ ആര്യാടൻ ഷൗക്കത്ത് തോൽക്കുകയാണെങ്കിൽ അത് പറയാൻ ഇപ്പോൾ കൂടെ നിൽക്കുന്ന നേതാക്കളൊക്കെ തന്നെ, അത് ലീഗ് ആയാലും കോൺഗ്രസ് ആയാലും ഒക്കെ അവരൊക്കെ തന്നെ ഉണ്ടാകും. അത് ഈ കേരളത്തിന്റെ ഒരു പൊളിറ്റിക്കൽ ടെമ്പറേച്ചർ തന്നെ മാറ്റും എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം. ഓക്കെ, എനിക്കൊരു സംശയം, ഒറ്റ സംശയം, എനിക്ക് സുജയടുത്തുള്ള സംശയം. അതായത് കരിപ്പൂർ വിമാനത്താവളം വഴിയാണല്ലോ ഈ സ്വർണ്ണക്കടത്ത് നടക്കുന്നത്. ഒരു ഹബ്ബ്, മറ്റൊന്ന് കൊച്ചി, നെടുമ്പാശ്ശേരി, തിരുവനന്തപുരം. ഈ 3 എയർപോർട്ടുകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് നടക്കുന്നത് ഏത് എയർപോർട്ട് വഴിയാണ്? മലപ്പുറത്തെ കരിപ്പൂർ വിമാനത്താവളം വഴിയാണല്ലോ. അത് നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണല്ലോ, കേരളം അംഗീകരിക്കുന്ന ഒരു കാര്യമാണല്ലോ. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കാരണം മംഗലാപുരം മുതൽ ഏകദേശം എറണാകുളം, തൃശ്ശൂർ വരെയുള്ള ഭാഗത്തെ യാത്രക്കാർ ആശ്രയിക്കുന്നൊരു എയർപോർട്ട് എന്ന നിലയിലാണ്, അവിടെ കൂടുതൽ ആക്സസ് ഉള്ള എയർപോർട്ട് എന്ന നിലയിലാണ്. ഈ കരിപ്പൂർ വിമാനത്താവളത്തിൽ കസ്റ്റംസ് പിടിക്കുകയും കസ്റ്റംസ് പിടിക്കാതെ പോലീസ് പിടിക്കുകയും ചെയ്യുന്ന ഗോൾഡിൻ്റെ കാര്യത്തിൽ വസ്തുതാപരമായൊരു കണക്ക് പറയുമ്പോൾ അതെങ്ങനെയാണ് മലപ്പുറം ജില്ല അപമാനിക്കലാവുന്നത്? അത് പറഞ്ഞ കോണ്ടെക്സ്റ്റ് ഏതാ? പറഞ്ഞ കോണ്ടെക്സ്റ്റ് ഏതെങ്കിലും പത്രത്തിൻ്റെ അഭിമുഖത്തിൻ്റെ ഭാഗമായിട്ടല്ല. തൊട്ട് മുമ്പത്തെ ദിവസം PV അൻവർ ഉയർത്തിയ ആരോപണത്തിന് മറുപടിയായിട്ട് മുഖ്യമന്ത്രി പറയുകയാണ്, സ്വർണ്ണക്കടത്തുകാർക്കും സ്വർണ്ണം പൊട്ടിക്കൽ സംഘത്തിൻ്റെയും ഭാഗമാണ് PV അൻവർ എന്ന് PV അൻവർ ധരിച്ചത് ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. അവിടെയാണ് PV അൻവർ ആദ്യമായിട്ട് ഉടക്കുന്നത്, എന്നെ ഒരു സ്വർണ്ണക്കടത്തുകാരനെ ചിത്രീകരിച്ചു എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി അവിടെ ഏതാ പറഞ്ഞത്? പോലീസിന് ഉത്തരവാദിത്വം എന്താ? നിങ്ങളൊരു ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയുടെ ഉത്തരവാദിത്വം ഉണ്ട്. ഇതിലേതെങ്കിലും സ്വർണ്ണക്കടത്തുകാർ നിരപരാധിയാണെന്ന് തെളിഞ്ഞു? അല്ല സാറേ, എനിക്ക് ഏറ്റവും വലിയ രസം എന്താ, കോമഡി എന്താ അറിയോ? കഴിഞ്ഞ 9 വർഷമായിട്ട് പിണറായി വിജയൻ സർക്കാർ ഭരിക്കുകയാണ്. 9 വർഷമായിട്ട് ഈ പറയുന്ന UDFും കോൺഗ്രസും പ്രതിപക്ഷത്തിരിക്കുകയാണ്. 9 വർഷമായിട്ട് സ്വന്തമായിട്ട് ഒരു ആരോപണം ഉന്നയിക്കാൻ ഈ കോൺഗ്രസ് പറ്റിയിട്ടില്ല. അൻവറിന്റെ ആരോപണം എടുത്ത് വന്നോണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നിലമ്പൂർ മണ്ഡലത്തിൽ ഇത് തിരിച്ചടിക്കും.
എന്താ തിരിച്ചടിക്കാനുള്ള കാരണം? ഒന്ന്, വന്യമൃഗ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അവർ ക്യാമ്പയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം 1972 വന്യമൃഗ സംരക്ഷണ നിയമം ഭേദഗതി ചെയ്ത് ഈ പ്രൊവിഷൻ ഉൾപ്പെടുത്തിയ സർക്കാരിന്റെ പേര് മാത്രമല്ല സമരം നടത്തി. കോൺഗ്രസ് അവിടെ നടത്തിയ സമരം അവസാനത്തെ മലയോര കർഷക ജാഥയെ. പക്ഷേ അതിലൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ വന്യജീവികളെ കൊല്ലാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിന് കത്തെഴുതിയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്തെഴുതിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ എന്നുള്ളത്. അപ്പൊ അവിടെ കോൺഗ്രസ് എന്തുകൊണ്ടാണ് സാറേ അത് ചെയ്യാതെന്നറിയോ? അൻവറിന് അവിടെ ഒരു എഡ്ജ് ഉണ്ട്. കാരണം എന്താ അറിയോ, അൻവർ ഓഫീസ് DFO ഓഫീസ് തല്ലിപ്പൊളിച്ച് ജയിലിൽ പോയ ആളാണ്. അത് പറയാൻ ഈ UDF കയ്യിലില്ല. ഞാൻ പറയുന്നത് ഈ അൻവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇനി കോൺഗ്രസ് മിണ്ടൂല കേട്ടോ. പക്ഷെ അൻവർ എന്ത് ചെയ്യുന്ന അറിയോ, അൻവർ പറയാവുന്നത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. വേറെ എന്താണ് അൻവർ ചെയ്ത രാഷ്ട്രീയ പരമാബദ്ധം എന്ന് പറയുന്നത്, അൻവറിന്റെ കയ്യിലിരുന്നൊരു മണ്ഡലം അൻവർ തന്നെ വീണ്ടും മത്സരിക്കാൻ വേണ്ടിയിട്ട് ഒരു സാഹചര്യം ഉണ്ടാക്കി. ഇങ്ങനൊരു സാഹചര്യം മുൻകൂട്ടി കാണാൻ അൻവറിന് സാധിച്ചില്ല എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഇടതുമുന്നണിയിലെ സ്വതന്ത്രനായിട്ട് അവിടെ നിൽക്കാൻ പറ്റുമായിരുന്നല്ലോ. ഇടതുമുന്നണിയിൽ നിന്ന് മാറാൻ ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ. UDF അനുകൂലിക്കാതിരുന്നാൽ, ഒരു തെരഞ്ഞെടുപ്പിൽ UDF കക്ഷി അനുകൂലിക്കാതിരുന്നാൽ വളരെ കൃത്യമായിട്ട് സ്വന്തമായിട്ട് ഇരിപ്പിടം പോലും കൊടുത്തതല്ലേ. LDF ഭാഗത്ത് നിന്നും പണ്ട് സെൽവരാജിനെ ചാടിച്ചുകൊണ്ട് വന്നിട്ട് മത്സരിപ്പിച്ച് ജയിപ്പിച്ചില്ലേ, ഫലിപ്പിച്ചില്ലേ? അന്ന് ഉമ്മൻചാണ്ടി എടുത്ത ബുദ്ധി ഉണ്ടല്ലോ, ആ ബുദ്ധിയാണ് അവിടെ കൊണ്ട്. പക്ഷേ ഇവിടെ 2012 അല്ല 2025. തുടർഭരണമാണ്. നിങ്ങൾ ഒന്നാലോചിക്കുക, MV രാഘവന്റെ കാര്യത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. MV രാഘവനെ മറുപാളയത്തിൽ നടത്തിക്കൊണ്ടുവന്ന് കരുണാകരൻ ചെയ്ത് എന്താണെന്നറിയാമോ? കൂടെ നിർത്തുക മാത്രമല്ല, മത്സരിപ്പിച്ച് മന്ത്രിയാക്കി MV രാഘവനെ. ഇവിടെ PVNനെ പോലെ ഒരു കക്ഷിയെ UDF കൈകാര്യം ചെയ്യേണ്ടിയിരുന്ന രീതി ഇതല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അവിടെ കരുണാകരൻ എന്ന് പറയുന്ന ഒരു ലീഡറിൻ്റെ ആബ്സെൻസ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു ലീഡറിൻ്റെ ആബ്സെൻസ് ആണ് മനസ്സിലാക്കുന്നത്. ആ ഒരു നേതാവിൻ്റെ അഭാവം കോൺഗ്രസിൽ ഇപ്പോഴും ഉണ്ട്. ഈ പ്രശ്നങ്ങൾ വഷളാവില്ലായിരുന്നു. എനിക്ക് 100% അവരുടെ കൂടെ അവസാന നിമിഷം വരെ നമ്മൾ കേരളത്തിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ കുഞ്ഞാലിക്കുട്ടി, KM മാണി, ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ ഈ പറയുന്ന കരുണാകരൻ, ഇവരുടെ ചർച്ചയിൽ തീരാത്ത ഏതെങ്കിലും വിഷയം കേരളത്തിലെ UDF ഉണ്ടായിരുന്നു. ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി തന്നെ നേരിട്ടിടപെട്ട ഒരു വിഷയത്തിൽ അതിനൊരു പരിഹാരം ഉണ്ടാവുന്നില്ല എന്നൊരു സ്ഥിതിവിശേഷം കൂടെയാണ് നിലമ്പൂരിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി കാണാൻ പോകുന്നത് മുസ്ലിം ലീഗ് അൻവറിനെതിരെ ഒരു വാചകം ഈ ക്യാമ്പയിനിൽ പറയില്ല. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വലിയ ഭാവഭാരം എടുത്ത് തലയിൽ വെക്കേണ്ട കാര്യമില്ല. ആ ജയപരാജയം തീരുമാനിച്ചതിന് ശേഷം മാത്രമേ എടുക്കേണ്ട കാര്യമുള്ളൂ. നിലമ്പൂരിൽ അടവുകൾ മാറുന്നുവെന്നായിരുന്നു ചോദ്യം. യെസ് എന്ന് 2 പേർ, നോ എന്നുണ്ട്. Meet the editors.